International proudly presents the unlimited OSCE training for nurses until you pass. Hey നമസ്കാരം, ഇത് RJ Bright ആണ്. Welcome to yet another beautiful episode of Go Beyond Limits podcast studio. ഇന്ന് നമ്മുടെ ഒപ്പമുള്ള അതിഥി is from a very interesting industry. നമ്മളെല്ലാവരും ഒരുപാട് ആസ്വദിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. ഒരു ക്ലൂ തരുവാണെങ്കിൽ a very mouth watering, a truly mouth watering industry എന്ന് വേണമെങ്കിൽ പറയാം. So I think you guessed it right. ഇതൊരു ഫുഡ് ഇൻഡസ്ട്രിയാണ്. യെസ്, നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണിത്. ഹീസ് എ വിഷണറി ആൻഡ് ഹീ ഈസ് ദ മൈൻഡ് ബിഹൈൻഡ് catering and restaurant brand in the UK. Good food can bring people together എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പം he has used this brilliant tactic to start his business, his brand and bridge the gap between the cultures. Let me take the privilege of welcoming the guest for today, the owner of Manna Food Corner. He is none other than Anuj Charlie Kolinchery. നമസ്കാരം. ഹായ്. ഈ പേര് സത്യം പറഞ്ഞാൽ നല്ല ഒരു എന്താ പറയുക, ഒരു നല്ല രസമുണ്ട് പറയാനായിട്ട്. അനോജ് ചാർലി കോലിഞ്ചേരി അല്ലേ? യെസ്. നല്ലൊരു സത്യം പറയാനൊരു സുഖമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ പേര് രണ്ടുപേർ അറിയാൻ വേണ്ടിയിട്ട് എടുത്ത ത്യാഗങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല അല്ലേ? തീർച്ചയായും കുറച്ച് കഥകൾ അതിന്റെ പിന്നിലുണ്ടാവും അല്ലേ? കഥകളുണ്ട്. ഓക്കെ, ബട്ട് ബിഫോർ ഐ തിങ്ക് അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം, മന്ന എന്ന പേര്, വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ടേക്കിംഗ് ദാറ്റ് നെയിം ആൻഡ് വാട്ട് ഡസ് ദാറ്റ് റെപ്രസെന്റ് ടു യു? ആക്ച്വലി മന്ന എന്ന് പറയുന്നത് ബൈബിളിലെ ഒരു ഫുഡിൻ്റെ നെയിമാണ്. ആക്ച്വലി ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് കൊടുത്ത ഒരു ഭക്ഷണമായിട്ടാണ് ബൈബിളിൽ അതിനെ കാണിക്കുന്നത്. മന്ന എന്ന് പറയുന്ന ഒരു ഭക്ഷണമാണ് അവർക്ക് കൊടുത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ട് ഭക്ഷണം എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫുഡ് ഇൻഡസ്ട്രിക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ആ പേര് ഉപയോഗിച്ചുകൂടാ എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് 2010-11 കാലഘട്ടത്തിൽ ഒരു ചെറിയ കഫേ മോഡലിൽ തൃശ്ശൂർ കുന്നംകുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് മന്ന ആരംഭിക്കുന്നത്. അടിപൊളി. അപ്പം എന്തുകൊണ്ടും മന്ന എന്ന പേര് വളരെ ആപ്റ്റാണ്. യെസ്, എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഏറ്റവും മനോഹരമായ ഒരു പേരാണ്. ബ്യൂട്ടിഫുൾ. അതും ഭയങ്കര രസമുണ്ട് കേൾക്കാനായിട്ട്. ആൻഡ് അപ്പം എനിക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം എവിടെ എന്ന് വെച്ചാൽ 2010-11 കാലഘട്ടത്തിൽ തൃശ്ശൂർ തുടങ്ങിയ ആള് എങ്ങനെ UK എത്തി എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. വലിയൊരു കഥയാണ്. അത് ഇതിൽ ചെറുതാക്കാൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിക്കാം. ആക്ച്വലി 2020 ഞാൻ UK എത്തിയത്. ഓക്കെ. 2010-11 കാലഘട്ടങ്ങളിലെ മന്ന എന്ന സംഭവം ഒരു ചെറിയൊരു കഫേ ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അത് പിന്നീട് അവിടെ തന്നെ അത് റെസ്റ്റോറൻ്റ് മാറി, കാറ്ററിംഗ് ആയി മാറി, വളരെ വിപുലീകരിക്കപ്പെട്ടു. വലിയ രീതിയിൽ അതിൻ്റെ വർക്കുകൾ എടുത്തു തുടങ്ങി. 2000, 3000, 5000 അത്രയും ആളുകളുടെ ഇവൻറ്റുകൾ ചെയ്തു തുടങ്ങി. ആ കമ്പനി വലുതായി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്നുള്ള നാട്ടിലെ സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് വിഷയങ്ങളും ഞാൻ മറ്റു കുറേ ഇൻഡസ്ട്രികളിലേക്ക് തിരിയാനിടയാവുകയും കാരണം കുറച്ച് ബാധ്യതകൾ എൻ്റെ പേരിൽ വന്നു ചേർന്നു. അത് ഒരുപക്ഷെ ഒരു വലിയ എമൗണ്ട് ആയിരുന്നു. ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു എമൗണ്ടിലേക്കും ഒരു വലിയ ബാധ്യതയിലേക്കും ഞാൻ എത്തിച്ചേർന്നു. അതിന് എങ്ങനെ സർവൈവ് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അത് എത്രയും പെട്ടെന്ന് അടുത്ത വഴികൾ കണ്ടെത്തിയേ പറ്റിയിരുന്നു എൻ്റെ മുന്നിൽ. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ട ചിന്തകളിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, ആ സമയങ്ങളിൽ തോന്നിയ ഒരു എൻ്റെ വൈഫാണ് എഡ്യൂക്കേഷൻ വിസയിലെ UK 2020 MBA കോഴ്സിന് വേണ്ടിയിട്ട് UK വരുന്നത്. അതോടൊപ്പം ഡിപ്പെൻഡായിട്ടാണ് ഞാൻ UK എത്തിച്ചേർന്നത്. അതിന് 2020 എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 1 UK ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞാനും എൻ്റെ മോളും വൈഫും കൂടി ഞാൻ അവരുടെ ഡിപ്പെൻഡായിട്ട് UK എത്തിച്ചേർന്ന് വലിയ രസമുള്ളൊരു കാലഘട്ടമല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു UK എത്തിത്തീർന്നാൽ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമാവും, അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് വെച്ചടി കയറാം, എല്ലാവരും ഇവിടെ നിന്ന് നാട്ടിലേക്ക് പൈസ അയക്കുന്നു, വലിയ സെറ്റപ്പ് സംവിധാനത്തിലേക്ക് എത്താമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അത് നടന്നില്ല. നേരെ വന്ന് കയറിയത് വെയർഹൗസുകളിലും അതുപോലെയുള്ള കുഞ്ഞ റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ ആയിട്ട് ക്ലീനിങ് ജോബും അങ്ങനെയുള്ള ജോലികളിലൊക്കെ ആയിട്ടാണ് UK ജീവിതം ആരംഭിക്കുന്നത്. അത് അത്ര മനോഹരമായിരുന്നില്ല. അത് ഒരുപക്ഷെ ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ 2 കാര്യങ്ങളാണ് എനിക്ക് അതിനകത്ത് എടുത്തു പറയാനായിട്ടുള്ളത്. വളരെ വേദന ഉണ്ടാക്കിയ 2 കാര്യങ്ങൾ. ഇവിടെ വന്നിറങ്ങി ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷം കയ്യിലാകെയുള്ളത് 100-200 പൗണ്ടാണ്. അത് നാട്ടിലെ ഒരു കാർഡിലെ ഒരു ഇൻ്റർനാഷണൽ കാർഡിലാണ് ആ പൈസ ഉള്ളത്.
അപ്പോൾ മുന്നോട്ടുള്ള ജീവിതം നയിച്ചു പോകാൻ ആകെ കയ്യിലുള്ളത് 200 പൗണ്ടാണ് ആ കാർഡിലുണ്ടായിരുന്നത്. ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, ജോലി കിട്ടാനില്ല. ജോലിക്ക് വേണ്ടി നമ്മൾ കുറേ നേടി നടന്നു, രക്ഷയില്ല. ആ സമയത്താണ് കോവിഡിൻ്റെ ശക്തമായിട്ടുള്ള വരവ്, ലോക്ക്ഡൗൺ കാര്യങ്ങളിലേക്കൊക്കെ വരുന്നത്. എങ്ങനെ 200 പൗണ്ട് കൊണ്ട് ജീവിക്കും എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ എത്തി നിന്ന ദിവസങ്ങൾ നമുക്ക് UK ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം അത് കഴിഞ്ഞ് കയ്യിലുള്ള ആ പൈസ എടുക്കാൻ വേണ്ടി ATM പോയിട്ട് നമ്മൾ, നമ്മുടെ നാട്ടിലൊക്കെ പൈസ എടുക്കണമെങ്കിൽ ATM കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം കാശ് വരും, അന്നേരം നമ്മൾ ATM കാർഡ് പുറത്തേക്ക് വരും അല്ലേ. അപ്പോൾ നമ്മൾ ATM പൈസ എടുത്ത് പോവുക ചെയ്യുക. എൻ്റെ മണ്ടത്തരം എന്ന് പറയാം, അങ്ങനെ പറയായിരിക്കും നല്ലത്. ഞാൻ കാർഡ് ഇട്ടിട്ടും പൈസ വരുന്നത് കാണാനില്ല. ഞാൻ കാർഡ് റിമൂവ് എടുത്ത് തിരിച്ചെടുത്ത് ഞാൻ നടന്നുപോയി. എന്തോ ഇൻ്റർനാഷണൽ കാർഡാവും, വർക്ക് ചെയ്യുന്നുണ്ടാവില്ല എന്ന് വെച്ച് ഞാൻ അവിടെ നിന്ന് നടന്നുപോയി. സെക്കൻഡുകൾക്കുള്ളിൽ മെസ്സേജ് വന്നു. തിരിച്ചു പോകുമ്പോഴേക്കും ഇവിടുത്തെ ATM കൗണ്ടറെല്ലാം ഓപ്പൺ ആണല്ലോ. ആരോ വന്ന പൈസ എടുത്ത് ഓടിപ്പോയി. കാരണം പൈസ വന്നിരുന്നു. എനിക്ക് അറിയണ്ടായിരുന്നില്ല അതിൻ്റെ അകത്ത് നമ്മൾ കാർഡാണ് ആദ്യം വരിക, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് പൈസ വരുള്ളൂ എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ 200 പൗണ്ടും നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു വലിയൊരു പ്രതികൂലത്തിലൂടെ ഒരുപക്ഷെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ദിവസങ്ങളിലേക്ക് കാര്യങ്ങൾ UK വന്ന സമയങ്ങളിൽ കടന്നു പോയിട്ടുണ്ട്. അന്ന് പലരും നമ്മളെ സഹായിക്കാൻ കൂടി വന്നിട്ടുണ്ട് കേട്ടോ, അതും പറയണല്ലോ. ഒരുപാട് പേരുടെ സഹായങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയാണ് UK തുടക്കം. അത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കിട്ടിയ ഒരു ജോലിയിൽ ഒരു കുറച്ച് കാലം മുന്നോട്ട് പോയി. UK വന്ന് 2-3 മാസം കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയൊരു ജോലിയായിരുന്നു ഡെലിവറി ആയിരുന്നു. ആ ഡെലിവറി നമ്മൾ ഫുഡ് അവിടുന്ന് പാക്ക് ചെയ്ത് തരും, നമ്മളത് കൊണ്ടുപോയി ഓരോ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ വൈഫ് യൂണിവേഴ്സിറ്റി പോവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കൊച്ചു നമ്മുടെ കൂടെ ഉണ്ടാവും, ആ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ആ ഭക്ഷണം എൻ്റെ വാഹനത്തിൽ വെച്ച്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു വാഹനത്തിൽ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മണം അടിച്ച് കൊച്ചു പലപ്പോഴും ആഗ്രഹത്തോട് കൂടിയിട്ട് ആ ഭക്ഷണം കിട്ടാനായിട്ട് ആഗ്രഹിച്ച ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. ആ കടയിലെ ചില സമയങ്ങളിൽ പിസ്സ ഡാമേജ് വരും. അതായത് ചിലപ്പോൾ അവർ മിസ്റ്റേക്കിൽ ഉണ്ടാക്കുന്ന പിസ്സകൾ വരും. അങ്ങനെയുള്ള പിസ്സകൾ വരുമ്പോൾ ഒരു പക്ഷേ നമുക്കത് അവർ തരും. ആ പിസ്സ അങ്ങനെ ഡാമേജ് ഉണ്ടായ പിസ്സ കൊണ്ട് കുട്ടിക്ക് ഭക്ഷണം കൊടുത്തിരുന്ന ദിവസങ്ങൾ UK എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് കാണുമ്പോൾ വളരെ മനോഹരമാണ്. നമുക്ക് നല്ല ഭവനം, നല്ല സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ നല്ല വാഹനം ഒക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ ആളുകൾ വലിയ സൗകര്യത്തിലായി. പക്ഷേ ഇതിൻ്റെ പിന്നിൽ നമുക്കുണ്ടായിട്ടുള്ള വലിയ പ്രതികൂലങ്ങൾ UK തുടക്ക സമയത്ത് നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, അത് അധികം കാലം അങ്ങനെ പോകൊണ്ട് വന്നില്ല. 100% ഞാനതൊരു ദൈവാനുഗ്രഹം തന്നെയായിട്ട് തന്നെ കാണുന്നു. കാരണം അത് നമ്മുടെ ഒരു ബിസിനസ് കഴിവോ അല്ലെങ്കിൽ അതൊരു നമ്മുടെ ഒരു വലിയൊരു പ്രാബല്യം, എക്സ്പീരിയൻസ് ഒന്നുമല്ലായിരുന്നു. ഇതൊക്കെ നാട്ടിൽ നമുക്കുണ്ടായിരുന്നു, സൗകര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒന്നും വർക്കൗട്ട് ആവാത്തൊരു കാര്യം നമ്മൾ UK വന്ന്, അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ഭാഷ അത്ര വലിയ പരിജ്ഞാനമുള്ള ഒരാളല്ല. ഇങ്ങനെയുള്ള രാജ്യത്ത് വന്ന് 2021 മുതൽ ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ മെല്ലെ സ്റ്റെപ്പ് എടുത്തു വെച്ചു. ചെറിയ രീതിയിലാണ് തുടക്കം. വീട്ടിൽ നിന്ന് നമുക്കറിയാം UK വീടുകളിൽ നമുക്ക് ഭക്ഷണം കുക്ക് ചെയ്ത് കൊടുക്കാൻ കൗൺസിൽ നമുക്ക് ലൈസൻസ് തരും. നമുക്ക് അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ലൈസൻസ് തരും. ഡിപ്പെൻഡ് ആയതുകൊണ്ട് എനിക്ക് ആ ബിസിനസ് ചെയ്യാൻ തടസ്സം ഉണ്ടായിരുന്നില്ല. അങ്ങനെ തുടങ്ങിയ ഒരു കുഞ്ഞ് ചെമ്പിൽ നിന്ന് തുടങ്ങിയ 10 പൗണ്ടിൻ്റെ ചെമ്പിൽ നിന്ന് തുടങ്ങിയ ഫുഡ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ മന്ന ഫുഡ് കോർണർ എന്ന സ്ഥാപനം 2021 മുതൽ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഒരു പാർട്ണർഷിപ്പ് ഫേം ആയിരുന്നു. പിന്നീട് അതിൽ നിന്ന് മാറി സ്വന്തമായിട്ട് ദൈവം മന്ന എന്ന് പറയുന്ന എൻ്റെ 2010-11 കാലഘട്ടത്തിൽ ഞാൻ ബ്രാൻഡ് ചെയ്ത ആ ബ്രാൻഡ് ഞാൻ UK കൊണ്ടുവരികയും അവിടുന്ന് ചെറിയ രീതിയിൽ ഒരു എന്താ പറയുക, ഒരു 300 സ്ക്വയർ ഫീറ്റ് 400 സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ചെറിയൊരു കിച്ചണോട് കൂടിയ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് മന്നയുടെ തുടക്കം. അത് ഇന്ന് കാണുന്ന 2500 സ്ക്വയർ ഫീറ്റുള്ള 10-100 കാറൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യമുള്ളൊരു ബിൽഡിങ്ങിലേക്ക് നമ്മൾ മാറി. ദൈവം എത്തിച്ചു, 100% ദൈവം എത്തിച്ചു. ഇന്ന് കാണുന്ന നല്ല ടേൺ ഓവറിലേക്ക് എത്തി. അതിൻ്റെ പിന്നിൽ ചെറിയ പ്രയത്നങ്ങളല്ല നടന്നിരിക്കണേ. എൻ്റെ കൂടെ ഒരുപാട് പേര്, എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ
കുട്ടി അങ്ങനെ പറയേണ്ടി വരും. കാരണം UK ഒരാൾക്ക് ബിസിനസ് തുടങ്ങാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അവരുടെ ചൈൽഡ് കെയർ ആണ്. കാരണം അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പല കഴിവുള്ള ബിസിനസ്സുകാരുണ്ട് എനിക്കറിയാം, പക്ഷേ അവർക്കൊന്നും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം അവരുടെ ചൈൽഡ് കെയർ, അവർക്ക് അതൊന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ കുട്ടി എൻ്റെ കൂടെ ഇരുന്ന് ഒരു വാശി പിടിക്കുകയോ ഒന്നും ചെയ്യാണ്ട് അവൾ സഹകരിച്ചു. ഒരു പക്ഷേ ഞങ്ങൾ പുലർച്ചെ എനിക്ക് പോകും, ഇല്ല കാറ്ററിംഗ് ഉണ്ടെങ്കിൽ ഞാൻ പുലർച്ചെ എനിക്ക് പോകും, വൈഫ് ജോലിക്ക് പോകും. അപ്പോൾ എൻ്റെ കൂടെ കുട്ടി എനിക്ക് വരും. വളരെ എൻ്റെ സഹകരിക്കുക എന്ന് പറയണ്ടേ, ചില കുട്ടികൾ സഹകരിച്ചില്ലെങ്കിൽ നമുക്ക് നിവൃത്തി ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യാനാ. പക്ഷെ അങ്ങനെ മോളുടെ വലിയൊരു സഹകരണം ഉണ്ടായി. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, ഇന്ന് കാണുന്ന ഒരു സംവിധാനത്തേക്ക് എത്തിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ ബാധ്യത മുഴുവനായിട്ട് തീർന്നൊന്നുമില്ല കേട്ടോ, കാരണം അത് വലിയ എമൗണ്ടാണ്. അത് തീരണമെങ്കിൽ കുറച്ച് കാലം കൂടി പണിയെടുക്കണം. പക്ഷെ ദൈവാനുഗ്രഹിച്ച് അതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരാൻ പറ്റി തുടങ്ങി. എനിക്ക് അതിനകത്തൊരു ബ്രീത്തിങ് ഒരു ടൈം കിട്ടി അതിനകത്ത്. പിന്നെ ആളുകൾക്കും ഒരു ഉറപ്പായി അത് കിട്ടും, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുവരണം. അതൊക്കെയാണ് മന്ന ഇവിടുന്ന് എങ്ങനെ എത്തി എന്നുള്ളതിൻ്റെ ഷോർട്ട്. അതിൻ്റെ ഉള്ളിൽ വലുതുണ്ട്, പക്ഷേ അതൊന്നും പറഞ്ഞു തീർക്കാനുള്ള സമയം നമുക്കിപ്പോൾ ഇല്ലല്ലോ. ഒരു വലിയ പ്രയാണമാണ് ഇതുവരെ എത്തിച്ചത്. ഇതിൻ്റെ അകത്ത് 100% ദൈവാനുഗ്രഹമാണ്. ചിലർ പറയും 50-50, ഞാൻ പാതി ദൈവം പാതി എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല 50% എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ എത്ര ഇട്ടാലും ചിലപ്പോൾ ഒന്നും ആവില്ല, എത്ര എഫർട്ട് ഇട്ടാലും അതെല്ലാം വെള്ളത്തിൽ പോണ പോലെ അങ്ങ് പോകും. പക്ഷേ ദൈവാനുഗ്രഹം എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് അത് ഇന്ന് കാണുന്ന ഒരു സംവിധാനത്തിലേക്ക് മന്ന എന്ന സ്ഥാപനം, മന്ന ഫുഡ് കോർണർ എന്നുള്ള സ്ഥാപനം എത്തി. അടിപൊളി. എന്താ പറയാ, അത് കേട്ടത് ഞാൻ ഇമോഷണൽ ആയിപ്പോയി. ഇതാദ്യമായിട്ടാവും തിരിച്ച് ഉണ്ടാവണേ. എനിവേ, ഓക്കെ. കുഞ്ഞിൻ്റെ കഥ പറഞ്ഞപ്പോൾ അതെന്താണെന്നറിയോ, അത് നിങ്ങളുടെയുള്ള കുഞ്ഞ് അതേ പ്രായത്തിലുള്ള കുഞ്ഞാണ്. പക്ഷേ അത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള സംഭവമായിരുന്നു. അത് ചെറിയ സംഭവമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറിക്ക് പോകുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്നൊരു മണം വരും. ഈ പിസയ്ക്ക് പ്രത്യേക മണാ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിസ്സ മണ്ടകത്ത് കയറി അപ്പോൾ കൊച്ചത് എടുത്തിട്ടേ ഒന്നും മിണ്ടാണ്ടങ്ങ് ഇരിക്കും. അപ്പൊ എൻ്റെ ഉള്ളിലൊരു ഇടിയുണ്ട്. അയ്യോ, ആ 10 പൗണ്ടിൻ്റെ സാധനം മേടിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റാത്തൊരു അപ്പൻ്റെ അവസ്ഥ. അങ്ങനെ അല്ലായിരുന്നു ഞാൻ എൻ്റെ മോളുടെ മാമോദിസയ്ക്ക് ഫുൾ ബി ഓപ്ഷൻ ഇന്നോവ പുത്തൻ വണ്ടി പോയിട്ട് ഞാൻ ജനിച്ചിട്ട് കുട്ടീനെ കൈ കൊണ്ടുപോയിട്ട് കൈ മേടിച്ച് കൊടുക്കുന്ന ആളാണ്. എൻ്റെ വണ്ടികളും അതുപോലെ ഇതെല്ലാം ഉണ്ടായിരുന്ന ആളുകൾ ആ സംവിധാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി സ്റ്റാഫുകളുണ്ട്, 10-32 സ്റ്റാഫ് ഉണ്ടായിരുന്നു കീഴിൽ. ഇവരൊക്കെ ബോസ് എന്ന് വിളിച്ചിരുന്നത് നമ്മൾ ഇവിടെ വന്നിട്ട്. അപ്പോൾ അത്രമാത്രം നമ്മൾ താഴ്ന്നു. ആ 200 പൗണ്ട് പോയപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഇടികൊള്ളു കൊണ്ടുണ്ട്. കാരണം കുട്ടിക്ക് എന്ത് നാളെ കൊടുക്കും, എന്ത് ഞാൻ മേടിച്ചു കൊടുക്കും, ആരോട് ചോദിക്കും, ആരല്ല ഇവിടെ. ഭയങ്കര മാനസികമായിട്ട് തകർന്നൊരു കാലഘട്ടം. പക്ഷേ ഇതല്ലാണ്ട് ഞാൻ പറയാം, 100% ദൈവം കരുതിയില്ലായിരുന്നെങ്കിൽ ആത്മഹത്യ അല്ലാണ്ട് വേറെ വഴി എൻ്റെ ജീവിതം. ബാധ്യത എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഒരു പിടിവള്ളി കിട്ടണ്ടേ. അതെ, തീർച്ചയായിട്ടും. എന്തായാലും ഈ ഒരു കഥ എന്താ പറയാ, എന്നെ ഒന്ന് കുലുക്കി പറഞ്ഞ. എനിക്ക് ആ കുഞ്ഞിന്റെ കാര്യം കേട്ടപ്പോൾ അത് എനിക്ക് പറ്റാത്ത. പക്ഷെ അവിടെ ഇങ്ങനെ ഡാമേജ് പീസ് ഉണ്ടാവും, അതായത് മിസ്റ്റേക്കിൽ ഹാപ്പൻ ചെയ്യുന്ന മിസ്സുകൾ ഉണ്ടാവും. പെപ്രോണി കൂടിപ്പോയി, ചീസ് കൂടിപ്പോയി, അപ്പൊ അത് കമ്പനിക്ക് വിടില്ല, ഡെലിവറി വിടില്ല. അപ്പൊ അത് മാറ്റിയിട്ടാൽ നമ്മുടെ കണ്ണയിരിക്കുക. കാരണം ഇത് കൊച്ചിന് കൊടുക്കാനുള്ള ആ നമ്മുടെ ഒരു വ്യഗ്രത, അത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ കൊച്ചിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. കുട്ടി അക്ഷരം മിണ്ടില്ല കേട്ടോ. കുട്ടിക്ക് സ്മെല്ലടിച്ചിട്ട് കുട്ടിക്ക് അറിയായിരുന്നു. അതാ ഞാൻ എടുത്തു പറഞ്ഞു. എൻ്റെ മോള് എന്നെ സപ്പോർട്ട് ചെയ്തത്. ആ എത്ര പോകുന്നൊരു 4 വയസ്സുള്ള കുട്ടിയാണ്. 4 വയസ്സ്. അവളുടെ പേര് ഗസയ്ക്കൊരു ഹാറ്റ്സ് ഓഫ് കേട്ടോ. ശരിക്കും ആ കുഞ്ഞിന് അവള് സഹകരിച്ചില്ലായിരുന്നെങ്കിൽ, അവള് പറയാണ് എനിക്ക് വണ്ടിയിലിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, പക്ഷെ കഴിഞ്ഞു പോയായിരുന്നു ഒരു കാര്യങ്ങൾ. കാരണം കാറ്ററിംഗ് ആണെങ്കിലും പുലർച്ചെ എനിക്ക് പോക്കും അങ്ങനെയുള്ള കാര്യത്തിന് അവള് സഹകരിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് പറയുന്ന UK ഈ മന്ന എന്ന് പറയുന്ന സംഭവം ചിലപ്പോൾ നിലനിൽക്കില്ലായിരുന്നു. ഞാൻ വിചാരിക്കും എന്തിനു ഞാൻ ടെൻഷൻ എടുക്കണു, ഈ 10,000-2,000 പൗണ്ടിന് വല്ല ജോലിക്കും പോയ പോരെ, മിണ്ടാണ്ടിരുന്ന പോരെ എന്ന് ചിന്തിച്ചിരുന്നു. അതില്ലാണ്ട് ഇതിലേക്ക് എത്താൻ ഒരുപക്ഷെ ആ കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വലിയൊരു സഹകരണമാണ്. അപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഈ ഒരു കുടിയേറ്റക്കാരനായിട്ട്, ഒരു മൈഗ്രൻ്റ് ആയിട്ട്, ഡിപ്പെൻഡൻ്റ് ആയിട്ട് നാട്ടിൽ നിന്ന് ഇവിടെ വരുന്ന സമയത്ത് മനസ്സിൽ ഒരു സ്വപ്നം, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി ഞാൻ തുടങ്ങണമെന്നോ, അല്ലെങ്കിൽ അതോ ഓൺ ദ ഗോയിൽ സംഭവിച്ചതാണോ? ഒരിക്കലും ഇല്ല. സത്യം പറഞ്ഞാൽ അവിടുന്ന് കയറി വരുമ്പോൾ ഈ
ചത്താൽ വേണ്ടില്ല, ഞാൻ ഒരു പരിപാടിക്കില്ല, ജോലിക്ക് പോവുക, ജീവിക്കുക, ഉള്ളതുകൊണ്ട് ജീവിക്കുക, ഒറ്റ പ്ലാനേ ഉള്ളൂ. ഒരു കാരണവശാലും ഇനി ഇവിടെ ഒരു ബിസിനസ് തുടങ്ങണം, ആ ബിസിനസ്സിൽ നിന്ന് രക്ഷപ്പെടണം, അങ്ങനെ ഒരൊറ്റ ചിന്തയില്ല. കാരണം നമ്മൾ ചെയ്ത ബിസിനസ്സുകളൊക്കെ പ്രശ്നമായിരുന്നു. ഏറ്റവും അവസാനം നോക്കുമ്പോൾ എല്ലാം നഷ്ടമാണ്. എത്ര പണിയെടുത്താലും അവസാനം നോക്കുമ്പോൾ അത് നഷ്ടത്തിലേ വന്ന് കലാശിച്ചിട്ടുള്ളൂ. അതെന്തോ നമുക്കറിയില്ല. നമ്മുടെ ഒരു പക്ഷേ എല്ലാവരും പറയാറില്ലേ ടൈം എന്നൊക്കെ പറയാറില്ല, എൻ്റെ ടൈം അങ്ങനെ ആയിരിക്കാം, പക്ഷെ അവിടെ രക്ഷപ്പെടാൻ പറ്റിയില്ല. അത് ആ രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പ്രത്യേകതയായിട്ടോ ഒന്നും ഞാൻ പറയണില്ല. എത്രയോ പേര് അവിടെ ബിസിനസ് ചെയ്ത്, ചെറുതും വലുതുമായി ബിസിനസ് ചെയ്ത് രക്ഷപ്പെട്ട എത്രയോ ആൾക്കാരുണ്ട്. നല്ല സംവിധാനത്തേക്ക് എത്തിയ എത്രയോ പേരുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അതൊരു രാജ്യങ്ങളുടെ കുഴപ്പമോ അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ കുഴപ്പമൊന്നുമല്ല. അത് എൻ്റെ നിയോഗം ഇവിടെ ആയിരിക്കാം. ഇതൊക്കെ സംഭവിച്ചത് ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ, അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ വരില്ല, അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരിക്കലും, അല്ലെങ്കിൽ എൻ്റെ വൈഫ് സ്റ്റുഡൻറ് വിസ എടുത്ത് ഡിപ്പെൻഡായിട്ട് ചിന്തിക്കുക പോലും ചെയ്യില്ലായിരുന്നു. നമ്മളെ കുറച്ച് കഷ്ടപ്പാടിലൂടെ കൊണ്ടുപോയിട്ടായിരിക്കും എന്നാൽ മാത്രം നമ്മളിവിടെ ഒരു അടുത്തൊരു സ്റ്റെപ്പ് എടുക്കുള്ളൂ. ആൻഡ് ദാറ്റ്സ് വൈ യു ആർ ഹിയർ ടുഡേ, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, നാട്ടിൽ ബീങ് എ മാനേജർ അല്ലെങ്കിൽ ഓണർ ഓഫ് എ ബിസിനസ്, ഇവിടെ വന്നിട്ട് ഇപ്പം ഇങ്ങനെ ഒരു ബിസിനസ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വാട്ട് ഇസ് എ ഡിഫറൻസ് ഇൻ മൈൻഡ് സെറ്റ്? അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് ഡിഫറൻസ് എന്താണ് തോന്നിയിട്ടുള്ളത്? അതായത് നാട്ടിലെ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെ, നമ്മൾ നാട്ടിലെ ഇപ്പോൾ കഴിഞ്ഞ എൻ്റെ ചേട്ടൻ ഇപ്പോഴും നാട്ടിൽ ആ സ്ഥാപനം തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, മന്ന. പുള്ളിക്കാരൻ ഒരു കാറ്ററിംഗ് എടുത്തിരുന്നു ഇപ്പോൾ റീസെൻ്റായിട്ട്, ഒരു 40 പേര് 50 പേരുടെ ബിരിയാണി, അത്രേ ഉള്ളൂ. പക്ഷേ പുള്ളി എടുത്ത റേറ്റ് ഒരു പക്ഷേ 150 രൂപയ്ക്കാണ് പെർ പ്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ പെർ പ്ലേറ്റ് നമ്മൾ 150 എടുക്കുമ്പോൾ ചിക്കൻ്റെ വില അവിടെ 80-90 അങ്ങനെ എന്തോ റേഞ്ച് ആയിരുന്നു ചിക്കൻ്റെ കോസ്റ്റ് ഉണ്ടായിരുന്നത് പെർ kg. ഇപ്പോൾ ഈ കാറ്ററിംഗ് കൊടുക്കുന്ന അന്ന് കോഴിയുടെ വില 180 ആണ്. അപ്പോൾ നാട്ടിൽ നമുക്ക് ഒരിക്കലും ഒന്നും എക്സ്പെക്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. അതായത് എന്ത് സാധനത്തിന് എപ്പോൾ വേണമെങ്കിലും വില വ്യത്യാസം വരാം, കൂടാനേ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്തുള്ള ഫുഡ് കോസ്റ്റ് അല്ലായിരുന്നു കൊടുക്കുന്ന അന്നത്തെ ഡേറ്റിൽ വ്യത്യാസം. പക്ഷെ UK നമുക്ക് ആ കാര്യത്തിലൊക്കെ ഒരു ടെൻഷനും അടിക്കേണ്ട. കാരണം ഇവിടെ ചിക്കനായാലും ബീഫായാലും ഇതിൻ്റെ പ്രൈസ് ഒന്നും ഒരു കാരണവശാലും ഒറ്റയടിക്ക് ഡ്രാസ്റ്റിക് ഡിഫറൻസ് വരില്ല. വ്യത്യാസം വരും, വളരെ മൈന്യൂട്ടായിട്ട് എന്തെങ്കിലും നിസ്സാര വ്യത്യാസങ്ങൾ മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവിടെ ധൈര്യമായിട്ട് ഒരു വർക്ക് എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഫുഡ് കോസ്റ്റ് കറക്റ്റ് പ്ലാൻ ചെയ്യാനോ നമുക്ക് ഇവിടെ തടസ്സമില്ല. നാട്ടിലെപ്പോഴും നമുക്ക് ഫുഡ് കോസ്റ്റ് എടുക്കാൻ ടെൻഷൻ അടിക്കണം. കാരണം ഇന്നത്തെ കോസ്റ്റ് അല്ല നാളെ, ഇതിപ്പോൾ എല്ലാ ദിവസവും മെനു മാറ്റി അടിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഫുഡ് കോസ്റ്റ് സംബന്ധമായ രീതി ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു UK ആണ് വളരെ സേഫസ്റ്റ്. കാരണം ധൈര്യമായിട്ട് ഒരു വർഷത്തേക്കുള്ള മെനു പ്ലാൻ ചെയ്യാം. അതിൻ്റെ പ്രൈസിങ് ആയാലും കാര്യങ്ങളായാലും ധൈര്യമായിട്ട് നമുക്ക് ഇരിക്കാം. അല്ലെങ്കിൽ ഒരു കാറ്ററിംഗ് എടുക്കാനാണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് ഒരു റേറ്റ് പറഞ്ഞ് എടുക്കാൻ പറ്റും. നാട്ടിൽ നമുക്ക് അങ്ങനെ ധൈര്യത്തിൽ എടുക്കാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും റേറ്റ് വ്യത്യാസം വരും. ചിക്കൻ്റെ വില 180 ആവും, 90 ആവും, 200 ആവും. ഇവിടെ ആ പ്രശ്നമില്ല. അതൊരു വലിയൊരു ഡിഫറൻസ്, വലിയൊരു ധൈര്യമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. കാരണം നഷ്ടം സംഭവിക്കാൻ സാധ്യതകൾ വളരെ കുറവാണ്. രണ്ടും വ്യത്യാസമുണ്ട്. നാട്ടിലെ നമുക്ക് ഞാൻ പറഞ്ഞു ചില സമയത്ത് എൻ്റെ റെസ്റ്റോറൻറ്റകത്ത്, ചില സമയത്തുനിന്നല്ല ഫുൾ ടൈം ഞാൻ എൻ്റെ റെസ്റ്റോറൻറ്റകത്ത് ഉണ്ടാവും. ഞാൻ എവിടെയും പോകാറില്ല. ഞാൻ ഫുൾ സ്പെൻഡ് ചെയ്യുന്നതും എൻ്റെ റെസ്റ്റോറൻറ്റകത്ത് തന്നെയാണ്. ഞാൻ ചിലപ്പോൾ ടേബിൾ ഉടയ്ക്കാറുണ്ട്. ഞാൻ അവരുടെ കൂടെ തന്നെ എൻ്റെ കൊളീഗ്സിൻ്റെ, ഞാൻ അങ്ങനെ തന്നെ പറയാറ്, ഞാൻ സ്റ്റാഫ് എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ യൂണിഫോം ഇട്ട് തന്നെയാണ് മിക്കവാറും കടയിലുണ്ടാവുക. ഞാൻ എൻ്റെ ടേബിൾ ഉടയ്ക്കാൻ പോകാറുണ്ട്. ബിസി ടൈം ആണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അവർ ടേബിൾ ക്ലീൻ ചെയ്യണ വരെ ഞാൻ വെയിറ്റ് ചെയ്യാറില്ല. കാരണം അവരും ബിസിയാണ്. ഒരു പക്ഷേ നേരത്തെ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം കഴിഞ്ഞു. ഇവിടെ നമ്മൾ എല്ലാ പരിപാടിയും ചെയ്യും. ചിലപ്പോൾ നമ്മൾ കിച്ചണിൽ നിൽക്കും, വാഷിങ്ങിൽ നിൽക്കും. കഴിഞ്ഞ ആഴ്ചയൊക്കെ വാഷിങ്ങിൽ ആളുണ്ടായിരുന്നില്ല, ചിലപ്പോൾ ഞാൻ കയറി നിന്നിട്ട്. കാരണം അതാണ് UK. UK ഒരിക്കലും നമ്മൾ ഓണറാണ് എന്ന് പറഞ്ഞ് ഒരു കസേരയിൽ ഇത് തിരിയാന്നുള്ള മോഹത്തോട് കൂടിയിട്ടൊന്നും ഇവിടെ ആരും ബിസിനസ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരുപാട് എന്നേക്കാൾ പ്രാബല്യമുള്ള ഒത്തിരി ബിസിനസ്സുകാർ ഇവിടെ ഉണ്ട് UK. റെസ്റ്റോറൻറ്റ് നടത്തുന്ന വെൽ എക്സ്പീരിയൻസ് ഉള്ള മലയാളികളുണ്ട്. അവരാരും ഓണർ എന്ന് പറഞ്ഞിട്ട് ഒരു കസേരയിലിരുന്ന് ക്യാഷ് കൗണ്ടറിലിരുന്ന് നാട്ടിലെ പോലെ ഫ്രണ്ടിൽ കൗണ്ടറിലിരുന്ന് ഞെളിയുന്ന ഒരു ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും വർക്ക് ചെയ്യുകയാണ്. എല്ലാവരും എല്ലാ മേഖലയിലും ഇടപെടും. ചിലർ ഡെലിവറിക്ക് പോവും, എല്ലാ പരിപാടിയും ചെയ്യും. നമ്മളും അങ്ങനെ തന്നെയാണ്. ഡെലിവറിക്ക് പോവും, പർച്ചേസിന് പോവും, ഒരു ചിലപ്പോൾ ക്ലീനിങ്ങിന് നിൽക്കും, എല്ലാം ചെയ്യും. അതുകൊണ്ട് നാടും ഇവിടെയും തമ്മിൽ ആ ഒരു വ്യത്യാസമുണ്ട്. നാട്ടിലെല്ലാവരും ബോസായിട്ട് ഇരിക്കുന്നതാണ് എനിക്ക് കണ്ടിരിക്കുന്നത്. ഞാനും അങ്ങനെ ഇരുന്നത് അത് ചെറിയ അബദ്ധമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ. എനിവേ നാട്ടിലെ ബിസിനസ് ചെയ്യുന്നതും ഇവിടെ ബിസിനസ് ചെയ്യണതിലും വലിയ വ്യത്യാസം ഉണ്ടെന്ന് ഫുഡ് ഇൻഡസ്ട്രിയിൽ എനിക്ക് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും നമ്മൾ ടെൻഷൻ അടിക്കുന്ന ഒരു മേഖലയാണ്
വേസ്റ്റ് ഡിസ്പോസൽ, അതായത് വേസ്റ്റ് വാട്ടർ, അതുപോലെ ഫുഡ് വേസ്റ്റ്, അതുപോലെയുള്ള മറ്റ് വേസ്റ്റുകൾ, അത് വലിയൊരു തലവേദനയാണ് റെസ്റ്റോറൻറ്റിലെ. കാരണം നമ്മൾ ഈ വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. UK നമുക്ക് സംബന്ധിച്ചിടത്തോളം വേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു ഇഞ്ച് പോലും ടെൻഷൻ അടിക്കുന്നുണ്ട്. സംഭവം എല്ലാം പൈസ അടയ്ക്കണം, എങ്കിലും നമ്മളതിനെ ടെൻഷൻ അടിക്കുക വേണ്ട. ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളിൽ നമുക്ക് മിക്കവാറും ഒരു പ്രൈവറ്റ് കമ്പനിയായിട്ട് കോൺട്രാക്റ്റ് ആയിരിക്കും. അവർ അതിൻ്റെ കറക്റ്റ് ടൈമിൽ വന്ന് ആ ബിന്ന് അവർ കളക്ട് ചെയ്ത് കൊണ്ടുവരികയും റെസ്റ്റോറൻറ്റ് പുറത്തായിരിക്കും ആ ബിന്ന് വെച്ചിട്ടുണ്ടാവുക. അത് റെസ്റ്റോറൻറ്റ് ആകാനായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ ബിന്നിലേക്ക് നമ്മൾ വേസ്റ്റ് ഇടുന്നു, അത് കറക്റ്റായിട്ട് ആ കമ്പനി അത് വന്ന് കൊണ്ടുപോയിരിക്കും, സംശയമില്ല. അത് കഴിഞ്ഞ് എന്തെങ്കിലും കാരണവശാൽ ബാങ്ക് ഹോളിഡേയ്സ് ആണെങ്കിൽ പോലും നെക്സ്റ്റ് ഡേ അവർ പ്ലാൻ ചെയ്ത് ആ വേസ്റ്റ് കൊണ്ടുപോയിരിക്കും. അതിൻ്റെ മുകളിലൊരു തലവേദന നമുക്കില്ല. പിന്നെ വേസ്റ്റ് വാട്ടർ നമ്മുടെ നാട്ടിലെ വലിയ പ്രശ്നമാണ്. കാരണം നാട്ടിൽ ഒരു കാരണവശാലും വേസ്റ്റ് വാട്ടർ പുറത്തേക്ക് ഒഴുക്കാൻ പാടില്ല. ഇവിടെ ഗവൺമെൻറ് തന്നെ നമുക്ക് അതിനുള്ള സംവിധാനം തന്നിട്ടുണ്ട്, വേസ്റ്റ് വാട്ടർ ഒഴുക്കാനുള്ള ഒരു സംവിധാനം തന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അതിനെപ്പറ്റി ചിന്തിക്കുക പോലും വേണ്ട. പിന്നെ പ്രധാന ഗുണമാണ് വാട്ടർ. എല്ലാം പെയ്ഡാണ്, ഇതൊന്നും ഫ്രീ അല്ല. പക്ഷേ നാട്ടിലും നമ്മൾ പേ ചെയ്താൽ പോലും തീരാത്ത പ്രശ്നങ്ങളാണ്. ഇവിടെ അത് വളരെ സിമ്പിളായിട്ട് അത് നാട്ടിൽ ചിലപ്പോൾ വെള്ളം വറ്റിപ്പോവാം, ബോർവെല്ലിൽ വെള്ളം ഉണ്ടാവില്ല, കിണറിൽ വെള്ളം ഉണ്ടാവില്ല. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നത്തെ പറ്റി ചിന്തിക്കുക വേണ്ട. ഇവിടെ വാട്ടർ വന്നിരിക്കും. 99% നമുക്ക് ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല. വാട്ടർ വന്നിരിക്കും, അത് ഗവൺമെൻറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് പ്രൈവറ്റ് കമ്പനികളും നമുക്കെടുത്ത് നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാം. ഒരു ടെൻഷനും വേണ്ട. മോട്ടർ കിണറ്റിൽ വെള്ളം കഴിഞ്ഞു, ടാങ്കിൽ വെള്ളമില്ല, അയ്യോ നാളെ എന്ത് ചെയ്യും, അപ്പോഴേക്കും പ്രൈവറ്റ് ആൾക്കാരെ നാട്ടിൽ നിന്ന് വിളിച്ചു. അങ്ങനെയൊക്കെ നാട്ടിൽ ഒരു വെള്ളം വണ്ടി വന്നു, വെള്ളം ഫില്ല് ചെയ്യണു, ആ വെള്ളം എന്ത് വെള്ളമാണെന്ന് അറിയില്ല, അത് ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസുകൾ നാട്ടിനെ അപേക്ഷിച്ച് ഇവിടെ ഇല്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു 80% തലവേദന കുറവാണ്. പിന്നെ നാട്ടിൽ നമ്മൾ ചിലപ്പോൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ നമ്മുടെ ബംഗാളികളാണെങ്കിലും അല്ലെങ്കിൽ ഹിന്ദിക്കാരാണെങ്കിലും ചിലപ്പോൾ അവരെ കാണില്ല, പൊറോട്ട മേക്കർ ഉണ്ടാവില്ല. ചിലപ്പോൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ സ്റ്റാഫുകൾ കുറേ മിസ്സിങ് ഉണ്ടാവും. ഇവിടെ അങ്ങനത്തെ ടെൻഷനുകൾ നമുക്ക് ഒരു 95% ഇല്ല. നമ്മുടെ സ്റ്റാഫുകളായിരിക്കും കൂടുതൽ പേരും നമ്മുടെ വിസയിൽ തന്നെയുള്ള സ്റ്റാഫുകളായിരിക്കും, അല്ലെങ്കിൽ തന്നെ ഇവിടെയുള്ള പാർട്ട് ടൈം ആയിട്ട് സ്റ്റുഡൻ്റായി പഠിക്കാൻ വന്നിരിക്കുന്ന സ്റ്റാഫുകളായിരിക്കും. അപ്പോൾ അവരൊക്കെ നമുക്ക് എന്താണെങ്കിലും ഉറപ്പാണ് ഇവിടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പ്. രാവിലെ ഇരിക്കുമ്പോൾ നാട്ടിൽ ആദ്യത്തെ കോൾ കേട്ട ബായ് അത് പോയി ഇത് പോയി എന്നുള്ളതാണ് കേൾക്കുക. ഇവിടെ അങ്ങനെ ഒരു സ്വരം നമുക്ക് കേൾക്കാൻ ഇടയായിട്ടില്ല ഇതുവരെ. ഈ 4 വർഷമായിട്ട് കേൾക്കാൻ ഇടയായിട്ടില്ല. അതുകൊണ്ട് എന്തുകൊണ്ടും എനിക്ക് വളരെ ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഫുഡ് കുക്ക് ചെയ്യാറുണ്ടോ? ഫുഡ് ഞാൻ ഷെഫല്ല, പക്ഷെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഒരിക്കലും ഷെഫല്ല. ഇവിടെ വന്നിട്ട് ഏതൊരു സന്ദർഭമാണ് എനിക്ക് ഒരു ഹോട്ടൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് മാറണമെന്ന് തോന്നിയത്? ഒരു ഫുഡ് കുക്കിങ്ങിലൂടെയാണോ അങ്ങനെ ഒരു തീരുമാനം? അത് ഞാൻ എന്തെങ്കിലും ചെയ്തതിന് ശേഷം എനിക്കിതും കൊണ്ട് മുന്നോട്ട് പോകാം എന്നൊരു തോന്നലിലേക്ക് എത്തിയത്, അതോ യു ഹാഡ് സം അതർ റീസൺ വൈ യു അഗൈൻ കെയിം ടു ദ ഹോട്ടൽ ഇൻഡസ്ട്രി? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് പിസ്സ പപ്പ ജോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിസ്സയിലായിരുന്നു അവസാന സമയങ്ങളിൽ വർക്ക് ചെയ്തിരുന്നത്. 2020 ലാസ്റ്റ് 2021 വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പപ്പ ജോൺസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലായിരുന്നു. അപ്പോൾ അവിടെ ആദ്യം ഡെലിവറിയൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് അവിടുത്തെ പ്രൊഡക്ഷനിൽ കയറി നിന്നപ്പോൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേർന്നു. വെയർ ഹൗസിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹവും പിന്നെ ഈ ശരീരം വെച്ച് നമുക്ക് വെയർ ഹൗസിൽ പണിയാൻ പറ്റാണ്ടേ തുടങ്ങി. അപ്പോൾ അറിയാണ്ട് മെല്ലെ ഡെലിവറിക്ക് വന്നു. പിന്നെ അതിൻ്റെ അകത്തേക്ക് കിച്ചണിലേക്ക് വന്നു. ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചു കയറി. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു 1-2 ഫ്രണ്ട്സ് കൂടിയിട്ട് നമുക്കിങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നമുക്ക് ട്രൈ ചെയ്തുകൂടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞൊരു സ്ഥാപനം, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ തുടങ്ങി. 2021 ജൂലൈയിലാണ്. അപ്പോൾ അതിന് കുക്ക് ചെയ്യാനായിട്ട് അവിടെ സൗകര്യമില്ല. പക്ഷേ എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വീടുകളിൽ കുക്ക് ചെയ്യാം. അതിന് നമുക്ക് പ്രത്യേകം കൗൺസിലിൽ നിന്ന് ലൈസൻസ് എടുക്കാം. ആ ലൈസൻസ് എടുത്ത് നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്ത് സഹായിച്ച് വൈഫൊക്കെ സഹായിച്ച് കുക്ക് ചെയ്ത് നമ്മൾ ആ കടകളിൽ കൊണ്ടുവച്ച് വിറ്റ് തുടങ്ങി. അപ്പോൾ ആ സമയത്ത് നോർത്താംപ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മന്ന നിൽക്കുന്നത്. ആ ഭാഗത്ത് അന്ന് കേരള ഫുഡ് കിട്ടാൻ അവസരം ഉണ്ടായിരുന്നില്ല. പല പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ വീടുകളിൽ ഉണ്ടാക്കുന്നുണ്ട്, അവർ സപ്ലൈ ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ചെറിയൊരു സ്ഥാപനമായിട്ടോ ഒരു ടേക്ക് വേ ആയിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല.
അങ്ങനെ ആ സ്ഥാപനം തുടങ്ങി, അത് മുന്നോട്ട് പോയി. അത് നല്ല രീതിയിലുള്ള വിജയമായിരുന്നു ആ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്ത് സ്വഭാവമുള്ള എനിക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ എനിക്ക് അധികം ദിവസങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ അറിയാലോ, ഒരു ബിസിനസ്സിൽ പ്രത്യേകിച്ച് ഞാൻ പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അതെൻ്റെ കുറവായിരിക്കാം, പക്ഷേ അത് മുന്നോട്ട് പോയില്ല. വിത്തിൻ കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ അതിൽ നിന്ന് മാറി നിന്നു. പിന്നീട് അതിനുശേഷം അവരത് കണ്ടിന്യൂ ചെയ്തു. കുറച്ച് കാലത്തിന് ശേഷം കറക്റ്റ് 2022 ജൂലൈ 8 കറക്റ്റ് ഒരു വർഷം തന്നെ, അത് എങ്ങനെ പറ്റിയത് എനിക്കിപ്പോഴും അറിയില്ല. 2022 ജൂലൈ 8 വീണ്ടും മന്ന എന്ന് പറഞ്ഞ എൻ്റെ നാട്ടിൽ ആ ബ്രാൻഡിനെ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. റീക്രിയേറ്റ് ചെയ്തു. ദൈവകരങ്ങൾ അവിടെ പ്രവർത്തിച്ചു എന്ന് പറയാം. അവിടെ നിന്ന് തുടങ്ങി വലിയ രീതിയിലുള്ള ഒരു വിജയമാണ് എനിക്ക് നോർത്താംപ്ടണിലെ മലയാളികൾ തന്നത്. നോർത്താംപ്ടണിലെ മാത്രമല്ല, അതിനോട് ചുറ്റപ്പെട്ട് നിൽക്കുന്ന UK ഒരുവിധപ്പെട്ട എല്ലാ ആളുകളും വരാറുണ്ട്. അത് അതിശയത്തോടു കൂടി ഞാൻ നോക്കി നിൽക്കാറുണ്ട്. ഇവരെ എങ്ങനെ വരുന്നു, ഇവരെങ്ങനെ അറിഞ്ഞു എന്നൊക്കെ. അത് വലിയൊരു സ്നേഹം അവരോടുണ്ട്. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എൻ്റെ കസ്റ്റമേഴ്സിനോട് ഒരു കാരണവശാലും മറക്കാൻ പറ്റാത്തൊരു സ്നേഹമുണ്ട്. അങ്ങനെ വീണ്ടും മന്ന അല്ലെങ്കിൽ ഞാൻ ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് വന്നു, കാൽവെച്ചു. ദാറ്റ്സ് വെരി നൈസ്. നോർത്താംപ്ടണിൽ മാത്രമേ ഉള്ളൂ അതോ? നോർത്താംപ്ടണിൽ മാത്രമാണ് മന്ന ഉള്ളത്, മറ്റു ബ്രാഞ്ചുകൾ എവിടെയുമില്ല. മുന്നോട്ട് പ്ലാൻസ് എന്തെങ്കിലും? എനിക്ക് തോന്നിയില്ല അങ്ങനെ കണ്ടമാനം ബ്രാഞ്ച് ഇട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാർട്ട്ണർഷിപ്പ് അല്ല, ഒറ്റയ്ക്കാണ്. പിന്നെ ഇത് മറ്റ് കടകൾ തുടങ്ങണ പോലെ അവിടെ ഇവിടെയൊക്കെ തുടങ്ങിയിട്ട് രാവിലെയും വൈകിട്ടും ഓട്ടം ഓടി അങ്ങനെ എത്തിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഞാൻ അങ്ങനെ കളയാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് സംഭവിച്ചേക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ തുടങ്ങാനേ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇത്രമാത്രം എത്തി, ചിലപ്പോൾ തുടങ്ങാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ വെട്ടിപ്പിടിക്കണം എന്നൊരു ആഗ്രഹമില്ല. എനിക്ക് എൻ്റെ കുടുംബം വേണം. രാത്രി എൻ്റെ കുടുംബത്തിൽ എനിക്ക് എത്തണം. അവരൊരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഞാൻ അവരെ സ്ട്രഗിൾ ചെയ്യിക്കാൻ പാടില്ല. അതുകൊണ്ട് രാത്രി വീട്ടിലെത്തണം. അതുകൊണ്ട് ബ്രാഞ്ചുകൾ ചിലപ്പോൾ അത്രയധികം വന്നുകൊള്ളാൻ സാധ്യതയില്ല. ദൈവം അനുഗ്രഹിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ UK ഇമിഗ്രേഷൻ ചേഞ്ചസ് വരുന്നുണ്ട്, സാലറി ത്രഷോൾഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഹൗ ഈസ് ദാറ്റ് എഫക്റ്റിംഗ് ദി ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി? അതോടൊപ്പം തന്നെ കിച്ചൺ സ്റ്റാഫ്സിനൊക്കെ അത് എത്രമാത്രം ബാധിക്കുന്നുണ്ട്? 100% ആ ഒരു മേഖലയിൽ നമുക്ക് വലിയ രീതിയിൽ പ്രതികൂലങ്ങളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകിച്ച് എഫക്റ്റ് ചെയ്യാൻ പോണത് ഇവിടുത്തെ മലയാളി റെസ്റ്റോറൻറ്റുകൾ, ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ മറ്റ് കമ്മ്യൂണിറ്റി റെസ്റ്റോറൻറ്റുകൾക്കൊക്കെയാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മന്നയെ സംബന്ധിച്ചിടത്തോളം അത് ഫുള്ളി ഫോക്കസ് ചെയ്യുന്നത് കേരള പീപ്പിൾസിനെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒരു മലയാളിയെ ടാർഗറ്റ് ചെയ്ത് മാത്രമാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഡിഷുകൾ പരിശോധിച്ചാൽ അറിയാം, എല്ലാ ഫുഡുകളും നമ്മൾ തനി നാടൻ എന്ന ഫുഡുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇങ്ങനെ ഒരു റൂൾ വരുമെന്ന്, അതായത് 5 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ PR കിട്ടില്ല എന്നുള്ള റൂളിനെ പറ്റിയിട്ടുള്ള അഭ്യൂഹം ചുമ്മാ പൊന്തി ഉടനെ തന്നെ വലിയ രീതിയിലുള്ള മാർക്കറ്റിലെ വിഷയങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ആൾക്കാരെ സ്പെൻഡിങ് ലെവൽ കുറച്ചു. പണ്ട് ആരും ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം 5 കൊല്ലം കഴിഞ്ഞോടെ PR ആണ്, ഇപ്പോൾ ചെയ്യുന്ന ജോലി എന്തോ ആയിക്കോട്ടെ, നമുക്കത് പ്രശ്നമില്ല, 5 കൊല്ലം കഴിഞ്ഞ PR അല്ലേ എന്നുള്ള മൈൻഡിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആൾക്കാർ ശരിക്കും പാനിക്കായിട്ടുണ്ട്. അതുകൊണ്ട് അവർ ചിലവാക്കുന്ന പൈസകളിലെ എമൗണ്ട് കുറച്ചിരിക്കുന്നു. ഒരു ടേബിളിൽ 50-60 പൗണ്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ അത് കുറച്ചിരിക്കുന്നു. ചിലവ് ചുരുക്കി അവർ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇൻ കേസ് നാട്ടിൽ പോണ്ട് വന്നാൽ കയ്യിലെന്തുണ്ട് എന്നുള്ള ഒരു ചിന്തയൊക്കെ ശരിക്കും ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഈ സ്റ്റാഫുകളുടെ കാര്യത്തിലായാലും ഇപ്പോൾ ഉള്ള നമ്മുടെ സ്റ്റാഫുകൾ ഓൾമോസ്റ്റ് എല്ലാവരും നമ്മുടെ വിസയിലുള്ള ആളുകളാണ്. അപ്പോൾ അവരും പാനിക്കാണ്. മുന്നോട്ടുള്ള അവരുടെ ജീവിതം മുഴുവൻ ഫുൾ ടൈം അവർക്ക് ഇതേ ജോലി ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുപോലെ ഇനി നാളെ നമുക്ക് എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് വരുത്തണം, അല്ലെങ്കിൽ നമുക്കൊരു കിച്ചണിലെ സ്റ്റാഫിൻ്റെ എണ്ണം കൂട്ടണമെങ്കിലൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് ആളുകളെ കൊണ്ടുവരാനോ ഒക്കെ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതെനിക്ക് തോന്നുന്നു ഗവൺമെൻറ് തിരിച്ചറിഞ്ഞ് മാറ്റം വരുത്തും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇവരുടെ ഇൻഡസ്ട്രീനെ ശരിക്കും ബാധിക്കും. നമ്മുടെ മാത്രമല്ല, എല്ലാ ഇന്ത്യയിലും കെയർ ഹോമിലായിക്കോട്ടെ മറ്റു സ്ഥലങ്ങളിലുള്ള കിച്ചൺ സ്റ്റാഫുകൾ ഒക്കെ എണ്ണം നമുക്ക് നമ്മുടെ ഏരിയയിലുള്ള ആളുകളെ പറ്റിയേ നമുക്ക് അറിയുള്ളൂ. അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ റൂളുകൾ.
അറിയില്ല അതിനെപ്പറ്റി എന്താണെന്നുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓഫ് ലേറ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ വന്ന് ഇവർ തിരിച്ചു പോകുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോഴും ആസ് എ ഓൺടർപ്രണർ ഡു യു തിങ്ക് ലണ്ടൻ ഓർ UK is the land of opportunity for the budding chefs? എനിക്ക് തോന്നുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരുപാട് പേര് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു സ്റ്റുഡൻ്റായി വന്ന്. എനിക്കറിയാവുന്ന തന്നെ ഒത്തിരി പേരെ എനിക്കറിയാം നല്ല രീതിയിൽ സ്റ്റുഡൻ്റായി വന്നു, ഡിപ്പെൻഡായിട്ട് വന്ന ആളുകളൊക്കെ നല്ല രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ സക്സസ് ആയിട്ടുമുണ്ട്. വളരെ അപൂർവം ആളുകൾ മാത്രമാണ് ചില ആൾക്കാർ സക്സസ് ആവാണ്ട് പോയിട്ടുള്ളത്. അതെന്തെങ്കിലും റീസൺ ആയിരിക്കാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനിയും അവസരങ്ങളുണ്ട്. കാരണം കേരള ഫുഡ് മാത്രമല്ലല്ലോ UK-യിലുള്ളത്. പല രീതിയിലുള്ള ചിക്കൻ അങ്ങനത്തെ ഐറ്റംസുകളിലേക്കുള്ള ഫ്രൈഡ് ചിക്കൻ പോലത്തെയുള്ള പല ബ്രാൻഡുകളും ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ ഫ്രാഞ്ചൈസികൾ വരുന്നുണ്ട്. ഉറപ്പായിട്ടും ഇവിടെ സാധ്യതകളുണ്ട്, സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ. ഇപ്പോഴുള്ള സംഭവങ്ങളൊന്നും നോക്കണ്ട, അത് ഇവരുടെ ഒരു ഇമിഗ്രേഷൻ കൺട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ എല്ലാവർക്കും ഹോപ്പുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കസേരയിൽ നിന്ന് തിരിയില്ല, പണിയെടുക്കാൻ തയ്യാറ് എന്ന ലെവലിലുള്ള ചിന്തയുള്ള എല്ലാവർക്കും ഇവിടെ രക്ഷപ്പെടാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എഫക്റ്റ് ചെയ്യില്ല. That's nice. What is the biggest challenge in running a catering business ഇവിടെ UK-യിൽ, especially in a Malayalam community? കാറ്ററിംഗ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടാസ്ക്കാണ്. ഞാൻ നാട്ടിൽ കൂടുതലും കാറ്ററിങ്ങിലായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. അവിടെ നമ്മൾ വലിയ പരിപാടികളൊക്കെ ചെയ്തിരുന്നതാണ്. ആ ഒരു കോൺഫിഡൻറ്റ് നമുക്കുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു കാറ്ററിങ്ങിലെ പ്രശ്നങ്ങൾ നമുക്ക് പലതാണ്. പല ആളുകളും വീടുകളിൽ നിന്ന് കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഫേമായിട്ടിരിക്കുമ്പോൾ അതിൻ്റെതായ ടാക്സുകളുണ്ട്, അതിൻ്റെതായ എക്സ്പെൻസുകളുണ്ട്. നമുക്ക് പല റൂളുകളും കീപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ഒരു ഫുഡ് സെർവ് ചെയ്യാൻ, കാറ്ററിംഗ് ആയാലും പുറത്തു പോകാനൊക്കെ ആയിട്ട്. പക്ഷേ പല ആളുകളും വീടുകളിൽ നിന്ന് അത് ചെയ്യുമ്പോൾ അത്ര എക്സ്പെൻസ് വരില്ല. അവർക്ക് വളരെ ചീപ്പായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒരു പ്ലേറ്റിൻ്റെ 10 pound ആണെങ്കിൽ പക്ഷേ വീടുകളിൽ നിന്ന് കുക്ക് ചെയ്ത് ലൈസൻസ് എടുത്ത് വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരാൾക്ക് പക്ഷേ ആ പുള്ളിയാണ് ഫുഡ് കുക്ക് ചെയ്യുന്നത്, ടാക്സ് സംബന്ധമായ വിഷയങ്ങളൊന്നുമില്ല, അവരുടെ ടേൺ ഓവർ വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു എമൗണ്ടിൽ അവർക്ക് ആ പ്ലേറ്റ് അവർക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കാറ്ററിംഗ് എന്നുള്ള സംഭവം അത്രമാത്രം ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഫ്യൂച്ചറിൽ, അതായത് ഇപ്പോൾ ഈ 2020 അല്ലെങ്കിൽ 2018 കാലഘട്ടം മുതൽ ഒരുപാട് ഫാമിലികൾ ഇവിടേക്ക് കുടിയേറി പാർത്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ മക്കളുടെ പരിപാടികളൊക്കെ ഇനി ഭാവിയിൽ ഓൾമോസ്റ്റ് ഇവിടെ തന്നെ ആയിരിക്കും നടക്കാൻ സാധ്യത. അതായത് ഇവരുടെ ഫങ്ഷൻസ്, മാരേജ് ഫങ്ഷൻസ്. അപ്പോൾ അതിനൊക്കെയുള്ള ഫ്യൂച്ചറിൽ നമുക്കിവിടെ ഒരു സാധ്യത ഇല്ലായില്ല, നമുക്കുണ്ട്. എന്തായാലും അതിനൊരു സാധ്യതയും കൂടിയും ഇവിടെ കാറ്ററിങ്ങിനുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് കാറ്ററിംഗ് ചെയ്യുന്നത് അതും ഒരു 50 ആളുള്ള 60 ആളുള്ള പരിപാടിയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. നാട്ടിലെ പോലെ ഒരിക്കലും ഒരു 500 600 ആളുള്ള പരിപാടിയൊന്നും നമുക്കിവിടെ UK-യിൽ ഉണ്ടാവാറില്ല. വളരെ കുറവാണ് അങ്ങനെ പരിപാടികളുള്ളൂ. ചെറിയ പരിപാടികളാണ് നടക്കുന്നത്. അതുകൊണ്ട് കാറ്ററിംഗിൽ അത്ര ഫോക്കസ്ഡ് അല്ല. റെസ്റ്റോറൻറ്റിലാണ് ഫുള്ളി ഫോക്കസ് ചെയ്യുന്നത്. UK-യിൽ ഇരുന്നുകൊണ്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റ് നടത്തുമ്പോൾ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഫുഡ് നമ്മൾ ആൾക്കാർക്ക് എത്തിക്കാനാണ് നോക്കുന്നത്. അപ്പം ഈ സ്പൈസസ് നിങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിക്കുകയാണോ, അതോ നിങ്ങൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സ്പൈസസ് അവൈൽ ചെയ്യുകയാണോ ചെയ്യുന്നത്? നമ്മളിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു മലയാളികൾ തന്നെ നടത്തുന്ന നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊടുന്ന് ഇവിടെ സപ്ലൈ ചെയ്യുന്ന നമ്മുടെ സ്ഥാപനത്തിലെത്തിക്കും എല്ലാ ഐറ്റംസും. സ്പൈസസ് ആയിക്കോട്ടെ, എന്ത് ഐറ്റം ആയിക്കോട്ടെ, റൈസ് ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിലെ കൈമ റൈസ്, അതൊക്കെയാണ് ഇവിടെ ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന കൈമ റൈസ്. എനിക്ക് തോന്നുന്നത് എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ വെൽത്തുമ്പിലെല്ലാം കിട്ടും. നമ്മുടെ ഡോർ സ്റ്റെപ്പ് ഡെലിവറി അവർ ചെയ്തു തരും. എന്ത് ഐറ്റം ആയിക്കോട്ടെ. ഇപ്പം നമ്മുടെ നാട്ടിലെ കപ്പ, ഗ്രേറ്റഡ് കോക്കനട്ട്, എനിക്ക് തോന്നുന്നത് ഗ്രേറ്റഡ് കോക്കനട്ടൊക്കെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സൗകര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നാട്ടിലാണെങ്കിൽ നമ്മൾ ഒരാളെ ഇരുത്തി ചിരകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അതൊക്കെ റെഡി ടു യൂസ് ആയിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. കപ്പയൊക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമുക്കിവിടെ സാധനം കയ്യിൽ കിട്ടും. അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ചലഞ്ച് നമുക്ക് ഉണ്ടായിട്ടില്ല. വളരെ ഈസിയാണ്. നമ്മുടെ ഐറ്റംസ് അവൈലബിൾ ആയതുകൊണ്ട് പ്രിപ്പറേഷൻസ് എല്ലാം വളരെ സുഖകരമാണ്. എന്തിനാണെങ്കിലും പറഞ്ഞു, തേങ്ങ വറുത്തരച്ചത് വരെ നമുക്കിവിടെ പാക്കറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ടെൻഷൻ ഫ്രീ ആണ്. കാരണം ലേബറും അവിടെ സേവ് ആവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു ഇൻഡസ്ട്രിയിൽ എത്രയധികം ലേബറുകൾ വേണമെന്നറിയോ. ഇവിടെ പല സാധനങ്ങളും റെഡി ടു ഐറ്റംസ് കിട്ടുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം. ടൈം സേവിങ്ങുമാണ്. ടൈം വളരെ സേവിങ്ങുമാണ്.
നമ്മുടെ മന്നയുടെ സിഗ്നേച്ചർ ഡിഷ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീപ്പിൾ, അതായത് ആൾക്കാർ തിരിച്ചു വന്ന് എനിക്ക് ആ ഫുഡ് വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സിഗ്നേച്ചർ ഡിഷ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? സിഗ്നേച്ചർ ഡിഷ് എന്ന് പറയാനായിട്ട് ഏകദേശം 150 ഐറ്റം ഉണ്ട് എൻ്റെ മെനുവിൽ. ഞാൻ അത്യാവശ്യം ഐറ്റംസ് എല്ലാം കൊടുക്കുന്നുണ്ട്, മാക്സിമം ഐറ്റംസ് ഞാൻ സെർവ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ലിമിറ്റഡ് ആയിട്ടുള്ള മെനു ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. 95% നമ്മൾ ലൈവ് പ്രൊഡക്ഷനുമാണ്. ആകെ ബിരിയാണി അല്ലെങ്കിൽ മീൽസ് അങ്ങനത്തെ ഐറ്റംസ് മാത്രമാണ് പ്രൊഡക്ഷൻ ചെയ്ത് വെക്കുന്നത്. മീൽസ് ഈ ഇടയ്ക്കാണ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അല്ല, മീൽസ് നമുക്ക് തുടക്കം മുതലേ ഉണ്ട്. എനിക്ക് തോന്നുന്ന കട തുടങ്ങി 2 മാസം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മീൽസ് ഉണ്ട്. പൊതിച്ചോറ്, ചട്ടിച്ചോറ്, ഫിഷ് ചട്ടിച്ചോറ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ചോറ്. ബിരിയാണി തന്നെ ഏകദേശം 5-6 കൂട്ടം. തീർച്ചയായും ബീഫ്, ബിരിയാണി, എല്ലാ ബിരിയാണി. എനിക്ക് തോന്നുന്നത് നാട്ടിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് പോയാൽ മാത്രമേ ചോറ് കിട്ടുള്ളൂ അല്ലേ? ഉച്ചയ്ക്ക് പോയാലല്ലേ മീൽസ് കിട്ടുള്ളൂ. എന്നാൽ നമ്മുടെ കടയിൽ അങ്ങനെയല്ല, രാത്രി 10 മണി വരെ മീൽസ് അവൈലബിൾ ആണ്. ഉച്ചയ്ക്ക് 12 മണി മുതൽ ഫിഷ് കറി മുതൽ വെജ് മീൽ മുതൽ എല്ലാ മീൽസും രാത്രി 10 മണി വരെ നമ്മൾ സെർവ് ചെയ്യും. നാട്ടിൽ പോലും കിട്ടില്ല, ഇവിടെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈവൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും ഉച്ചയ്ക്ക് 12 മണി വരെ കിട്ടും. പക്ഷെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, നമ്മൾ 12 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 12 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എവിടെയോ ഞാൻ കണ്ടതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളൊന്ന് ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ട്രയൽ ചെയ്തിരുന്നു. പക്ഷെ അത് അത്ര സക്സസ് അല്ല. കാരണം നമ്മുടെ ആളുകൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അത്ര ആൾക്കാർ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് സക്സസ് ആകാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഷിഫ്റ്റ് ടൈമും, കാരണം നമ്മൾ നാട്ടിലെ പോലെ ഓരോ ഡിപ്പാർട്ട്മെന്റ് തിരിച്ച് സ്റ്റാഫുകളൊന്നും ഇവിടെ ഇല്ല. നാട്ടിലാണെങ്കിൽ തന്തൂരിക്ക് ഒരാൾ, പൊറോട്ടയ്ക്ക് ഒരാൾ, ചൈനീസിന് ഒരാൾ, നാടൻ്റെ ഒരാൾ, അലാക്കാട്ട് ഓർഡർ അടിക്കുക ഒരാൾ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ ഒന്നും നമുക്ക് ആളെ വെച്ച് നമുക്ക് മുതലാവില്ല. കാരണം നമ്മൾ മണിക്കൂറിന്റെ അത്രയും വലിയ എമൗണ്ട് ആണ് അവർക്ക് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ കിച്ചണിലുള്ള ആളുകളെ വെച്ചാണ് നമുക്കിത് മുന്നോട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. പല സമയങ്ങളിലും ഉള്ള ആളുകളുടെ പരാതിയാണ് ഫുഡ് ലേറ്റ് ആവാറുണ്ടെന്നുള്ളത്. ഫുഡ് ലേറ്റ് ആവണതിൻ്റെ കാരണം ഒന്ന് ഇതാണ്, അതായത് 95% നമ്മൾ പ്രൊഡക്ഷനിലാണ്, ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അത് ലേറ്റ് ആവുന്നതാണ്. ഒരു ഓൺടർപ്രണർ, ഒരു ബിസിനസ് മാൻ എന്ന നിലയ്ക്ക് ബിസിനസ് ലൈഫും ഫാമിലി ലൈഫും ഇപ്പോൾ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇപ്പോൾ ഓക്കെയാണ്. അതായത് ഇപ്പോൾ ഓക്കെ എന്ന് പറയാം, പക്ഷേ മുന്നേ ഓക്കെ അല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫാണെങ്കിലും വൈഫിന് ജോലിക്ക് പോകണം, നൈറ്റ് ഷിഫ്റ്റിന് പോകണം. അത് കഴിഞ്ഞ് ഡേയിലെ പുള്ളിക്കാരത്തി എന്നെ സഹായിക്കാൻ. നേഴ്സല്ല, കെയറായിട്ട് വർക്ക് ചെയ്യുന്നത്. കെയർ വിസയിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അഭിമാനത്തോടു കൂടി നമുക്ക് പറയാം. കാരണം 2021 ഗവൺമെൻറ് കെയർ വിസ ഓപ്പൺ ചെയ്ത് കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സ്റ്റുഡൻറ്റ് വിസയിലൂടെ വന്നിട്ട് PSW കഴിഞ്ഞാൽ ആക്ച്വലി തിരിച്ചു പോകേണ്ടതാണ്, നാട്ടിലേക്ക് തിരിച്ച് അവസാനിപ്പിച്ച് പോകേണ്ടതാണ്. പക്ഷേ നമ്മുടെ ഒരു ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ടൈം എന്നൊക്കെ പറയാമല്ലോ, നമുക്കിവിടെ കെയർ വിസ ഓപ്പൺ ചെയ്ത് തന്നു. കോവിഡിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കുറേ പ്രതികൂലത്തിൽ അവരുടെ സ്റ്റാഫ് ഷോർട്ടേജൊക്കെ കാരണം നമുക്ക് ഇവിടെ ഒരു കെയർ എന്ന് പറയുന്ന ഒരു വിസ കിട്ടി. നമുക്ക് PSW കിടക്കണേക്ക് മുന്നേ തന്നെ നമ്മൾ ആ വിസയിലേക്ക് സ്വിച്ച് ചെയ്തു. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ വിസയിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് അതിലാണ് പുള്ളിക്കാരത്തി ജോലി ചെയ്യുന്നത്. ഇപ്പോഴും എനിക്ക് PR ആയിട്ടില്ല, സ്റ്റിൽ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. 5 വർഷം ആവുന്നേ ഉള്ളൂ വർക്ക് വിസയിലായിട്ട്. ഞങ്ങളും ഈ നിയമത്തിന് ടെൻഷനിലാണ്, പക്ഷേ പേടിയില്ല, കാരണം ഇത്രത്തോളം എത്തിയില്ല. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവും. അപ്പോൾ പുള്ളിക്കാരത്തി വർക്കിന് പോയിട്ട് രാവിലെ വന്നിട്ടാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഫുഡ് ഉണ്ടാക്കാൻ. സ്റ്റാർട്ടിങ് ടൈമിൽ ഷെഫും ആളുകളും മാനേജറും സെറ്റപ്പൊക്കെ ഇപ്പം ആയിട്ടേ ഉള്ളൂ. വളരെ റീസെൻ്റായിട്ട് 2 വർഷം മുന്നെയാണ് അതൊക്കെ ആയത്. അതിന് മുന്നേയുള്ള 2 വർഷങ്ങളിൽ അവരുടെ ലൈഫും നമുക്ക് വേണ്ടി ഫുൾ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ ജോലി, അത് കഴിഞ്ഞ് ഇവിടെ മോളുടെ കാര്യങ്ങൾ എല്ലാം. അതുകൊണ്ട് ഫാമിലി ലൈഫ് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഉള്ള നേരം ഞങ്ങൾ വളരെ സന്തോഷമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഫുള്ളി അവർക്ക് സമയം കൊടുക്കുന്നുണ്ട്, നമ്മൾ ഫ്രീ ആവാൻ നമുക്ക് സമയം കിട്ടുന്നുണ്ട്, സ്റ്റാഫുകളുണ്ട്. കുറച്ച് നേരം നമ്മളവിടെ മാറി നിന്നാലും കുഴപ്പങ്ങളില്ല. എങ്കിലും നമ്മൾ ഫുൾ ടൈം അവിടെ തന്നെയാണ്. എന്നാലും ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്നത് നാട്ടിൽ പോവും. പണ്ട് നമ്മൾ നാട്ടിൽ പോകണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. സ്ഥാപനം പൂട്ടിയിട്ടിട്ടാണ് നമ്മൾ നാട്ടിൽ പോയിരുന്നത്. ഇപ്പം അതൊന്നും വേണ്ട, അതിനുള്ള സംവിധാനങ്ങളെല്ലാം ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഫാമിലി ലൈഫ് ഓക്കെയാണ്, ഹാപ്പിയാണ്. അന്നും ഹാപ്പിയാണ്, പക്ഷേ ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷമാണ്. UK മറ്റൊരു വലിയ അനുഗ്രഹം എന്ന് വെച്ചാൽ വർക്ക് ലൈഫ് ബാലൻസ് ഇവിടെ ഒരുപാടുണ്ട് കമ്പയർഡ് ടു അതർ കൺട്രീസ്. അപ്പം ഞാൻ ജീവിച്ചിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്ന ഒരാളാണ്. അപ്പം അവിടെ വെച്ച് നോക്കുമ്പോൾ UK റിയലി പ്രോമിസസ് എ വർക്ക് ലൈഫ് ബാലൻസ്. അതൊരു നല്ലൊരു മനോഹരമായ ഒരു കാര്യമാണ്. സോ വെരി ഹാപ്പി ടു നോ ദാറ്റ് യു എൻജോയിങ് ദാറ്റ് പാർട്ട് ഓഫ് ഇറ്റ്. വൈഫ് എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. പക്ഷേ എനിക്ക് മറ്റൊരു സന്തോഷമായിട്ടൊരു കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എത്ര അഭിമാനത്തോടെയാണ് എൻ്റെ വൈഫ് ഒരു കെയറാണ്. അതിലൊരു സന്തോഷത്തോടെയുള്ള ആ വാക്കുകൾ എനിക്ക് ഭയങ്കര ഹാപ്പി. കാരണം പലരും ദി ആർ വെരി എന്താ പറയുക,
they're not very happy to declare or to tell others that ഞാൻ ഇപ്പോഴും ഒരു കെയറാണെന്നോ ഒരു കെയർ വിസയിലാണ് നിൽക്കുന്നതെന്നും പറയാൻ മടി കാണിക്കുന്ന ഒരു സന്ദർഭത്തിൽ താങ്കൾ വളരെ സന്തോഷത്തോടെ അത് ഞാൻ അഭിമാനത്തോടെ പറയുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഐ ഫെൽറ്റ് വെരി ഗുഡ് അബൌട്ട് ഇറ്റ്. അപ്പം നമുക്ക് ഉള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോൾ ഇറ്റ്സ് എ ബിഗ് തിങ്. അപ്പം നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ദൈവം കൊണ്ട് തരുത്തതേ ഉള്ളൂ. സീരിയസ്ലി ഞങ്ങൾ ഇടയ്ക്ക് അങ്ങനെ പറയാറുണ്ട്, പുള്ളിക്കാരത്തി കെയർ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടാണ് മന്ന സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കെയർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ അത്രയും അതിൻ്റെ അകത്ത് നിൽക്കണം, അതിൻ്റെ അകത്ത് അത്രയും ഏജ് ആയിട്ടുള്ള ആളുകളുണ്ട്, അവരെ സ്നേഹിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി ആദ്യം ഏജൻസി ത്രൂ ആയിരുന്നു വർക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ജോലി തുടങ്ങിയ ശേഷമാണ് എന്തെങ്കിലും ഒരു 10 രൂപ ഞങ്ങൾക്കൊന്ന് മാറ്റി വയ്ക്കാൻ തുടങ്ങിയത്. ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നു അതിൻ്റെ അകത്തൊരു ദൈവാനുഗ്രഹമുണ്ട്. അതിനകത്ത് നമ്മൾ അത് പറയണേല് ഒരു മറയില്ലാണ് തുറന്നു പറയുന്നത്. കാരണം അതിനകത്തൊരു ദൈവാനുഗ്രഹമുണ്ട്. ആ ദൈവാനുഗ്രഹം ആയിരിക്കാം ഒരുപക്ഷെ നമ്മളെ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്ന, നമ്മളിന്ന് കാണുന്ന ഈ സംവിധാനത്തിലും ഈ ബിസിനസ്സിലും ഒക്കെ എത്തിയതിന് പിന്നിൽ ആ ഒരു അനുഗ്രഹം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെൻ്റെ വൈഫും അങ്ങനെ തന്നെ വിശ്വസിക്കാറ്. അതുകൊണ്ട് തന്നെ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു, ഞങ്ങൾ സത്യമാണ്. അതില്ലായിരുന്നെങ്കിൽ ഇന്ന് മന്ന ഇവിടെ ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾ തിരിച്ചു പോകണം. തിരിച്ചു പോയി കഴിഞ്ഞാൽ മന്ന ഞങ്ങൾക്ക് നടത്താൻ പറ്റില്ലായിരുന്നല്ലോ. അതുകൊണ്ട് നിൽക്കാൻ കാരണമായത് ആ ഒരു കെയർ വിസയാണ്. പുള്ളിക്കാരത്തിൻ്റെ ആ ജോലിക്ക് പോകാനുള്ള മനസ്സ് കാണിച്ചുകൊണ്ട് പുള്ളിക്കാരത്തി അത്രയും കോഴ്സുകളും നാട്ടിലും ഒരു മാസ്റ്റർ കഴിഞ്ഞ് ഇവിടെയും മാസ്റ്റർ കഴിഞ്ഞ ഒരാൾ ഒരു കെയർ ജോലിക്ക് പോകണം എന്ന് നിർബന്ധമൊന്നുമില്ല. പുള്ളിക്കാരത്തിക്ക് വേണമെങ്കിൽ പറയായിരുന്നു പറ്റില്ല, നമുക്ക് തിരിച്ചു നാട്ടിൽ പോകാൻ പറയായിരുന്നു. പക്ഷേ അത് പുള്ളിക്കാരത്തി ഒന്നും സപ്പോർട്ട് ചെയ്തു. പുള്ളിക്കാരത്തി ഉറക്കമുളച്ചിട്ടായാലും നൈറ്റ് കഴിഞ്ഞിട്ടായാലും എന്നെ സഹായിക്കും. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഉറങ്ങുള്ളായിരുന്നു. അന്ന് കാലഘട്ടങ്ങളിൽ ഒരു ഇവൻ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കാറ്ററിംഗ് പെട്ടെന്ന് എമർജൻസി ആയിട്ടൊരു 40 ബിരിയാണിയൊക്കെ, അവിടെ ക്രിക്കറ്റ് സംബന്ധമായ കളികളൊക്കെ നടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഒരു 40 എണ്ണൊക്കെ ബിരിയാണിയൊക്കെ വിളിച്ചു പറയും. പുള്ളിക്കാരത്തിന് ഞാൻ ഉറക്കത്തിന് വിളിച്ച് എണീപ്പിക്കും. പുള്ളിക്കാരത്തേക്ക് വേണമെങ്കിൽ പറയാം എനിക്ക് പറ്റില്ല എന്ന് പറയാം. പക്ഷെ പുള്ളിക്കാരത്തി എനിക്ക് വന്ന് അതുണ്ടാക്കി തരാൻ എന്നെ സഹായിക്കും ഒക്കെ ചെയ്തുകൊണ്ടല്ലേ ഇന്ന് കാണുന്ന സംവിധാനത്തിലെത്തിയത്. പുള്ളിക്കാരത്തേക്ക് എല്ലാം നഷ്ടപ്പെട്ടതായിരുന്നു. എൻ്റെ ബിസിനസ് കാരണം പുള്ളിക്കാരത്തേക്കുള്ളതും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, എല്ലാം പോയതായിരുന്നു. പക്ഷേ എന്നിട്ടും പുള്ളിക്കാരത്തി എൻ്റെ ഇടം വലം നിന്ന് എന്നെ സ്ട്രോങ് ആക്കി. അത് എപ്പോഴും പറയാറുണ്ടല്ലോ, ഒരു വളയിട്ട കൈയാണ് ഒരു പുരുഷൻ്റെ പിന്നിലെ ബലം എന്ന് പറയാറില്ലേ. അത് ഞാൻ 100% പറയുന്നു. എൻ്റെ ഭാര്യയാണ് എൻ്റെ പിന്നിൽ എനിക്ക് തന്ന ബലം. പുള്ളിക്കാരത്തി ഒരു പക്ഷേ പറയുകയാണ് ഞാൻ UK ഒന്നും പഠിക്കാനില്ല, ഇവിടെ തന്നെ നമുക്ക് എങ്ങനെയും കഴിച്ചുകൂടാം എന്ന് പറയായിരുന്നെങ്കിൽ കഴിഞ്ഞു, അവിടെ അവസാനിക്കുമായിരുന്നു. അല്ലെങ്കിൽ പുള്ളിക്കാരത്തി പറയായിരുന്നു എനിക്ക് ഈ ജോലി ചെയ്യാൻ പറ്റില്ല, തിരിച്ച് നാട്ടിൽ പോവാം എന്ന് പറഞ്ഞ് അവിടെ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് കെയർ നല്ല ജോലിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന എത്ര മനോഹരമായൊരു മെസ്സേജാണ് ഇപ്പം പറഞ്ഞത് അല്ലേ. കാരണം പറഞ്ഞ പോലെ ഈ കെയർ ജോബ് തന്നെ എത്ര അനുഗ്രഹീതമായ ജോബെന്ന് പലരും മനസ്സിലാക്കുന്നില്ല. ഇറ്റ്സ് ഗോട്ട് എ ടച്ച് ഓഫ് ഒരു ദൈവത്തിൻ്റെ ഒരു കൈസ്പർശം അതിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഞാനും UK വന്ന സമയത്ത് ഞാനും ഒരു കെയറായിട്ട് തുടങ്ങി അപ്പം അതുകൊണ്ട് എനിക്കറിയാം ആ ഒരു ജോബിൻ്റെ മഹത്വം, ഒരു ഇത്. അപ്പം ഐ എം സോ ഹാപ്പി ദാറ്റ് യു സെഡ് സച്ച് എ ഗുഡ് മെസ്സേജ് ടു അവർ വ്യൂവേഴ്സ്. താങ്ക് യു സോ മച്ച് ഫോർ ഡൂയിങ് ദാറ്റ്. സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ മീഡിയ, ഈ 2 കാര്യങ്ങൾ ഇന്നില്ലാതെ ചിന്തിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് എത്രത്തോളം മന്നേനെ വളരാൻ സഹായിക്കുന്നു? നേരത്തെ ചോദിച്ചില്ലേ, ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് എന്താണ് നിങ്ങളുടെ സിഗ്നേച്ചർ ഡിഷ് എന്ന്. ആ ചോദ്യത്തേക്ക് തിരിച്ചു വരാം. ഇത് പറയുമ്പോൾ അതിലേക്ക് തിരിച്ചു വരേണ്ട കാര്യമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കടയൊക്കെ തുടങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഒരു ആസ് യൂഷ്വൽ കച്ചവടം, കുഴപ്പമില്ല, ആളുകൾ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു. അത്ര വലിയൊരു ബൂമിംഗ് ഒന്നും ഇല്ലാത്തൊരു നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഒരു സ്റ്റുഡൻ്റായി വന്നിരിക്കുന്ന ഒരു പുള്ളിക്കാരൻ, ഒരു ഇൻസ്റ്റാഗ്രാമും അതുപോലെ യൂട്യൂബൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ പുള്ളിക്കാരൻ്റെ സ്ഥാപനത്തിൽ വന്നു. ആ ചുരുങ്ങിയ സമയത്തിനിടയിലായിരുന്നു ഞാൻ ഈ ചട്ടിച്ചോറ്, അതായത് നമ്മുടെ നാട്ടിൽ ആ ചട്ടിച്ചോറെ കത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചട്ടിച്ചോറിനെ എങ്ങനെ നമ്മൾ ഇവിടെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെയുള്ള ഒരു മലയാളി ഷോപ്പിൽ പോയി 2 ചട്ടിയൊക്കെ വാങ്ങി ചോറൊക്കെ സെറ്റ് ചെയ്തു. അതിൽ മുട്ട പൊരിച്ചതും ഒരു ചിക്കൻ വറുത്തതും ബീഫ് ഒലത്തിയതും ഒരു ഫിഷ് മുളകിട്ട കറി, മോര് കാച്ചിയത്, തേങ്ങാ ചമ്മന്തി, പപ്പടമൊക്കെ വെച്ച് ഒരു ചട്ടിച്ചോറ് ഞാൻ എൻ്റെ ഐഡിയയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അധികം ആൾക്കാരൊന്നും അങ്ങനെ അറിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്കറിയും ചെയ്യില്ല ഇൻസ്റ്റാഗ്രാമിൽ അത് ചെയ്യണമെന്ന് അറിയില്ല. ചുമ്മാ ഒരു പേജൊക്കെ തുടങ്ങിയിട്ടിട്ടുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പുള്ളി വന്ന് ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലാക്കിയിട്ടു. പുള്ളി അതായിട്ട് അങ്ങനെ പോയി. എനിക്കതറിയില്ല, ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. ഇത് കഴിഞ്ഞ് പുള്ളി പോയതിന് പിറ്റത്തെ ദിവസം ഞാൻ സാധാരണ ഇതിൽ കട തുറന്നപ്പോൾ
കടയുടെ സാധാരണ രീതിയിൽ വരുന്ന ഒരു ജനക്കൂട്ടത്തിനല്ല ഞാൻ അവിടെ കണ്ടത്. ഇടിച്ചങ്ങ് ആർത്തങ്ങ് ആളുകൾ ഈ ചട്ടിച്ചോറ് അന്വേഷിച്ച് വരുന്നൊരു സംഭവം കണ്ടു. സത്യത്തിൽ ഞാൻ ഭയപ്പെട്ടു, ഇതെന്താ സംഭവം, എനിക്ക് വട്ടായതാണോ അതോ നാട്ടുകാർക്ക് വട്ടായതാണോ? ഞാൻ ചിന്തിച്ചു ഇതെന്താ, എനിക്കറിയില്ല. പുള്ളി എടുത്ത ആ വീഡിയോ ഏകദേശം 800K അതിന് മുകളിൽ വ്യൂവേഴ്സായി. ആ പുള്ളി അത് UK ഒരുവിധം എല്ലാ ആൾക്കാരായിട്ടും കൊളാബ് ചെയ്തിട്ടൊക്കെ ആയിട്ട് ഇതങ്ങ് കത്തിപ്പിടിച്ചു. സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു അതിൻ്റെ അകത്തുള്ള സെറ്റപ്പ് ഇതൊക്കെയാണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ഉറങ്ങിക്കിടന്ന ഭാര്യനെ വിളിച്ച് എഴുന്നേപ്പിച്ചു, ചോറ് കഴിഞ്ഞു, മറ്റേത് കഴിഞ്ഞു, കൂട്ടാനുണ്ടാക്കണം അത് പറഞ്ഞ് എണിപ്പിച്ചാണ് ഞാൻ പിന്നെ അന്നത്തെ ദിവസം ക്രൗഡ് ഞാൻ കൺട്രോൾ ചെയ്തത്. അന്ന് വൈകിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു സംവിധാനത്തിൽ ഇൻസ്റ്റയിൽ ഇത് കത്തിപ്പിടിച്ചു, ജനങ്ങൾ കൂടുതൽ ഇത് അറിഞ്ഞു എന്നുള്ളത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കൈവിട്ടുപോയി. ചട്ടി മേളയായിരുന്നു. രാവിലെ തുടങ്ങി ചട്ടിയിലാണ്, ചട്ടിച്ചോറിൻ്റെ അങ്കക്കെട്ടായിരുന്നു. അടിപൊളി. ആ ഒരു ഫ്ലോ ഏകദേശം എനിക്ക് വേണം ഒരു 5-6 മാസം നിന്നു. എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കച്ചവടമാണ് ആ സമയങ്ങളിൽ വന്നത്. ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കച്ചവടത്തിലേക്ക് ആ കാലഘട്ടം കൊണ്ടുപോയി 2022 അവസാന കാലഘട്ടങ്ങളിൽ. പിന്നീട് അതിനെ നമ്മൾ അതിൻ്റെ സിസ്റ്റം മാറ്റി, അതിൻ്റെ സെറ്റപ്പുകൾ മാറ്റി, ഇന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങി, പ്ലാൻ ചെയ്തു തുടങ്ങി, ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങി. പിന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയകളിൽ കൂടുതൽ ആക്റ്റീവായി. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിന് വിട്ടിട്ടുള്ളൊരു പരിപാടി എന്തുണ്ടെങ്കിലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഉണ്ടാവും. പിന്നെ എന്തുകൊണ്ട് എനിക്ക് പറഞ്ഞുകൂടാൻ തോന്നി തുടങ്ങി. ഇപ്പൊ കുറേശ്ശെ മൈക്കൊക്കെ മേടിച്ച് ഒരു ക്യാമറയൊക്കെ എടുത്ത് ഞാനും തുടങ്ങി കുറേശ്ശെ ആയിട്ട്. കുറെ വ്യൂവേഴ്സ് ഉണ്ട്, കുഴപ്പമില്ല, ചെറിയ രീതിയിലൊക്കെ അത് ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കും. വളരെ അനായാസം അതുകൊണ്ട് ഒരു ചട്ടിച്ചോറിനും ഇൻസ്റ്റാഗ്രാമിനും ആ പയ്യനും എനിക്ക് മറക്കാൻ പറ്റില്ല. കോണ്ടാക്ട് ഉണ്ട്. പുള്ളിക്കാരൻ ഇപ്പൊ UK നാട്ടിൽ തിരിച്ചു പോയി. പിന്നെ അതിനുശേഷം ഒരുപാട് പേര് വന്നു കേട്ടോ. ഇപ്പൊ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കൈപ്പൻസ് ഫാമിലി, പിന്നെ ഒരുപാട് പേര് പേരെടുത്ത് പറഞ്ഞ് തീരില്ല. അത്രയും ആൾക്കാരെ എന്നെ വന്നു, ഒരു ഭക്ഷണം കഴിച്ചു. പലരും പറഞ്ഞത് പെയ്ഡാന്നൊക്കെ, പക്ഷെ പെയ്ഡൊന്നും അല്ലായിരുന്നു. അവര് വന്ന് ആസ്വദിച്ച് കഴിച്ചു പോയതൊക്കെയാണ്. പല ആളുകളും വന്നു, അത് പിന്നീട് അത് കത്തിപ്പിടിച്ചു. പിന്നെ അങ്ങനെ വന്നപ്പോൾ നമുക്ക് തോന്നി നമുക്ക് ഇനി ഇവിടുന്ന് മാറണം, കുറച്ചുകൂടി സൗകര്യത്തിലേക്ക് ആവണം എന്നുള്ള കണ്ടീഷനിലാണ് പഴയ മന്നയിൽ നമ്മൾ മാറി ഒരു പുതിയ സ്ഥലത്തേക്ക് നമ്മൾ മാറി. തൊട്ടടുത്ത് തന്നെ ഒരു 10 മിനിറ്റ് ഡ്രൈവിംഗ് ടൈം, 10 മിനിറ്റ് ഡ്രൈവിംഗ് ഇല്ല, 10 മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ നമുക്ക്. ഈ ഒരു എന്താ പറയുക വലിയൊരു ഒരു ബൂം റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുവന്ന ആ വ്യക്തിയുടെ പേര് പറയുന്നതിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? ഒരു വിഷമമില്ല, എന്താ പ്രശ്നമുള്ളത്. കാരണം സാലി ഫുഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴിക്കോട്ടുകാരനാണ്, മലപ്പുറം ഭാഗത്തുള്ള പുള്ളിയാണെന്നാണ് എൻ്റെ അറിവ്. പുള്ളി ഇപ്പോൾ UK ഇല്ല, എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ട്. സാലി എന്നാണ് അവൻ്റെ പേരായിരുന്നത്. അവനാണ് ആ സാധനം കത്തിച്ചു വിട്ടത്. 1.5 കത്തിക്കലായിരുന്നു അവൻ കത്തിച്ചത്. അത് തീർച്ചയായും എനിക്ക് ഈ ഒരു അവസരത്തിൽ അനുജ് പറഞ്ഞു അനുജിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണെന്ന്. ബീയിങ് യുവർ ഫസ്റ്റ് ഇന്റർവ്യൂ, why don't you thank him for that? സാലി 100% ഒരിക്കലും മറക്കാൻ പറ്റില്ല. സാലിക്ക് പ്രത്യേക താങ്ക്സ്. പുള്ളിയും പുള്ളിയുടെ വൈഫും കൂടി വന്നിട്ടാണ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആദ്യം ചട്ടിച്ചോറ് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി വന്നിരുന്നു. 2 പ്രാവശ്യം പുള്ളി വന്നിരുന്നു. പുള്ളിയുടെ എൻ്റെ അറിവില്ലാത്ത ആ ഇൻസ്റ്റാഗ്രാം കാലഘട്ടത്തിൽ പുള്ളിയാണ് ഒരു ദൈവദൂതനെ പോലെ എന്നെ അവിടെ സഹായിച്ചത്. ഓരോരുത്തർ വഴിയാണല്ലോ സഹായിക്കുന്നത്. അതുപോലെ സാലിക്ക് താങ്ക്സ്. നമുക്ക് നമ്മുടെ ഓരോ ആവശ്യഘട്ടങ്ങളിലും ദൈവം നമ്മൾ ഓരോരുത്തരെ നമ്മൾക്ക് വേണ്ടിയിട്ട് അയക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ ഉദാഹരണമാണ് ഇദ്ദേഹം. സോ വെരി ഹാപ്പി ഫോർ ദാറ്റ്. ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ റെസ്റ്റോറൻറ്റ്സ് വരുന്നുണ്ടാവും. പക്ഷേ മന്ന അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് വാട്ട് സ്പെഷ്യൽ തിങ്സ് ആർ യു ഡൂയിങ് ടു മേക്ക് ഷുവർ ദാറ്റ് പീപ്പിൾ ഡു വിസിറ്റ് മന്ന? നോർത്താംപ്ടണിലെ ഏറ്റവും നല്ല റെസ്റ്റോറൻ്റാണ് എന്നൊന്നും ഞാൻ അവകാശപ്പെടാൻ ഞാൻ തയ്യാറല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ചിലർക്ക് ചില ഫുഡുകൾ ചില സ്ഥലത്ത് ഇഷ്ടമായിരിക്കും. നമുക്കാണെങ്കിലും അങ്ങനെ തന്നെയല്ല. ചില സ്ഥലത്തെ ബീഫ് ഫ്രൈ നമുക്ക് ഇഷ്ടമാണ്, ചില സ്ഥലത്തെ ബീഫ് ഫ്രൈ ഇഷ്ടമല്ല. അതൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് എപ്പോഴും നിലനിർത്താറുണ്ട്. അവരായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്താറുണ്ട്. എപ്പോഴും അവരായിട്ട് കമ്മ്യൂണിക്കേഷൻ നമുക്കുണ്ടായിരിക്കും. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, ടേബിളിൽ പോയി നമ്മളെപ്പോഴും സംസാരിക്കണം. ചിലപ്പോൾ മനുഷ്യന്മാരുണ്ടാക്കുന്നതാണ്. ഇതിനകത്ത് ഉപ്പ് കൂടാം, കുറയാം, എരിവ് കൂടാം, കുറയാം, ഒക്കെ സാധ്യതകളുള്ളതാണ്. ഒന്നുമില്ല, നിങ്ങളവിടെ പോയി സംസാരിക്കുക. അതിനകത്ത് എന്തെങ്കിലും അവർ കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് ചോദിക്കുക. ആ കംപ്ലയിൻറ്റ് അപ്പം തന്നെ സോർട്ട് ചെയ്യുക. ഉടനെ തന്നെ ആ ഫുഡ് എടുത്ത് കിച്ചണിൽ കൊണ്ടുപോയി റീമേക്ക് ചെയ്ത് വേറെ ഫുഡ് കൊടുക്കുക. അവിടെ ആ പ്രശ്നം സോർട്ടായി. അതുകൊണ്ട് കംപ്ലയിൻറ്റുകൾ വളരെ കുറവാണ്. നല്ല റിവ്യൂകൾ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ ചില കസ്റ്റമേഴ്സ് ഉണ്ടാവും, അത് നമ്മൾ എന്ത് ചെയ്താലും സാറ്റിസ്ഫൈഡ് ആവാത്തവർ, അവരെ നമ്മൾ വിട്ടുകളാം. ബാക്കിയുള്ള എല്ലാ കസ്റ്റമേഴ്സും കൂടെ നമ്മൾ സഹകരിക്കാറുണ്ട്. എന്തുണ്ടെങ്കിലും തുറന്നു പറയാറുണ്ട്. നമ്മളും അവരോട് അങ്ങനെ തന്നെയാണ്.
അപ്പോൾ നല്ലൊരു കസ്റ്റമർ സർവീസിലൂടെ നിങ്ങൾ കസ്റ്റമേഴ്സിനെ നിലനിർത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. എപ്പോഴും ഹോട്ടലിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഇതാണ്. അതാണ്. എപ്പോഴും ഹോട്ടലിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇത് തന്നെയാണ്. സോൾട്ട് ഇഷ്യൂസ്, അതുപോലെ എരിവ് കൂടി, അതുപോലെ വിവ് കറക്റ്റ് ആയില്ല, അങ്ങനെയുള്ള ഇഷ്യൂസാണ് ഉള്ളത്. അപ്പോൾ അതല്ലാണ്ട് വേറെ ഇഷ്യൂസൊന്നും അവിടെ സംഭവിക്കാൻ സാധ്യത. കാരണം ടോയ്ലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലീൻ ആയി നോക്കും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് എത്ര നോക്കിയാലും എപ്പോഴും വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനുള്ള ഏക വഴി അവരോട് തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുക എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ. അല്ലെങ്കിൽ ഡെലിവറി പോയിട്ടാണെങ്കിൽ പോലും ഞാൻ കസ്റ്റമറോട് പറയും എന്നുണ്ടെങ്കിലും വിളിക്കുക, ഞങ്ങൾ അപ്പം തന്നെ അത് റീപ്ലേസ് ചെയ്യും. അവിടെ ആ പ്രശ്നം കഴിഞ്ഞു. പിന്നെ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ അത് ചെറിയ ചെറിയ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. പറ്റില്ല. വെൽ സെഡ്, താങ്ക് യു. യു കെയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഡെഫിനറ്റ്ലി ഒരു പ്രൈസ് ഹൈക്ക് എന്തായാലും അവിടെ ഉണ്ടാവും. സോ ഹൗ ഡു യു ബാലൻസ് ദാറ്റ് പ്രൈസ് ഹൈക്ക്? അതും മിതമായ രീതിയിൽ ഏറ്റവും നല്ല ഭക്ഷണം ആൾക്കാരിലേക്ക് എത്തിക്കാൻ എന്ത് സോഴ്സാണ് നിങ്ങൾ ചെയ്യുന്നത്? വാട്ട് കൈൻഡ് ഓഫ് സ്റ്റെപ്പ് ഡു യു ടേക്ക്? ആക്ച്വലി എല്ലാ സ്ഥലങ്ങളിലും ബിരിയാണിക്ക് 12 പൗണ്ടും 14 പൗണ്ടും ഒക്കെ വാങ്ങുന്ന റെസ്റ്റോറൻറ്റുകളുണ്ട്. നമ്മളവിടെ വാങ്ങുന്ന നമ്മൾ 10 പൗണ്ടിൻ്റെ താഴെയാണ് നമ്മളൊരു ബിരിയാണിക്ക് ചാർജ് ചെയ്യുന്നത്. ചില ബിരിയാണിക്ക് കൂടുതലുണ്ട് ചില ഐറ്റം അനുസരിച്ച്. പക്ഷേ കോസ്റ്റ് പല സമയങ്ങളിലും ഡിഫറൻറ്റും വരാം. എങ്കിലും നമ്മളതിൻ്റെ ടേൺ ഓവർ കൂട്ടുക എന്നല്ലാണ്ട് നമുക്കതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് സ്റ്റഡൻലി ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ ദിവസവും മെനു മാറ്റിക്കഴിഞ്ഞാൽ ആളുകൾക്ക് അതിനകത്ത് നമ്മളോടുള്ള ധൈര്യവും വിശ്വാസവും ഒക്കെ നഷ്ടപ്പെടും. അവരൊരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്ത് വരുന്നതായിരിക്കും, ഒരു ഗ്രൂപ്പാവും വരുന്നുണ്ടാവുക. അവർ ഓൾറെഡി ഒരു പ്ലാൻ ചെയ്തിട്ടായിരിക്കും മിക്കവാറും നമ്മൾ റെസ്റ്റോറൻറ്റിൽ വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന റേറ്റ് അല്ല നാളെ എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. ആനുവലി നമ്മൾ നോക്കിയിട്ട് എപ്പോഴും ചേഞ്ചസ് വരുത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ആകെ നമുക്കുള്ള ഒരു പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽ ടേൺ ഓവർ കൂട്ടുക എന്നുള്ളതാണ്. അതായത് പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതാണ് മാത്രമേ നമുക്കിതിന് ഏക ഒരു വഴിയുള്ളൂ. അതുകൊണ്ട് സെയിൽ എപ്പോഴും കയറി നിൽക്കാനുള്ള ശ്രമം മാർക്കറ്റിങ്ങിലൂടെയും കാര്യങ്ങളിലൂടെയും ഞങ്ങൾ ചെയ്ത് മാക്സിമം ടേൺ ഓവറിൽ എത്തിച്ചാൽ നമുക്ക് ആ കോസ്റ്റ് സ്പ്രെഡ് ആവും. അതുവഴിയാണ് നമ്മളെല്ലാം സർവൈവ് ചെയ്യുന്നത്. ആനുവലി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് കൂടുന്നതനുസരിച്ച് ഇലക്ട്രിക്, ഗ്യാസ്, വാട്ടർ ഇതെല്ലാം കൂടുന്നതനുസരിച്ച് നമ്മൾ ഒരു വർഷത്തിൽ നമ്മൾ നോക്കി പ്രൈസ് ഡിഫറൻറ്റ് വരുത്തുന്നുണ്ട്. വാറ്റ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നത്. അതായത് 5 കിലോ അടിക്കുന്ന ബിരിയാണി 10 കിലോ അടിച്ചാൽ നമുക്ക് ഉണ്ടാക്കുന്ന എക്സ്പെൻസും ഒക്കെ, അതായത് ലേബറും കാര്യങ്ങളെല്ലാം ഒരേ കോസ്റ്റിനുള്ളിൽ നിൽക്കും. 5 കിലോ അടിക്കുന്ന ലേബറും 10 കിലോ അടിക്കുന്ന ലേബറും ഒന്നാണ് നമുക്കിവിടെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ അകത്ത് മെറ്റീരിയൽസിന് ഡിഫറൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ബാലൻസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഉള്ള കണ്ടീഷൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പലരും മനസ്സിലാക്കുന്നില്ല, ഇതിൻ്റെ പിന്നിലുള്ള പല ചിലവുകളും ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. പിന്നെ സ്പെഷ്യൽ ഓഫേഴ്സ് മന്ന കൊടുക്കാറുണ്ട് ഒരു വർഷത്തിനിടയിൽ. സ്പെഷ്യൽ ഓഫേഴ്സ് ഇപ്പോൾ സീസൺ ടൈമിൽ, ഇപ്പോൾ ക്രിസ്മസ്, ഓണം, അതിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ ഓഫേഴ്സ് കൊടുക്കുന്നത്. അല്ലാതെ വല്ല സ്പെഷ്യൽ ഓഫേഴ്സ് അല്ലാത്ത സീസൺസിൽ വല്ലതും? ഞങ്ങൾ പ്രത്യേകിച്ചൊരു ഓഫർ കൊടുക്കാറില്ല. ഈ ഓഫർ കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടി ഏറെക്കുറെ റെസ്റ്റോറൻറ്റ് അവസാനിക്കുക എന്നുള്ളതാണ് എൻ്റെ പിന്നിലുള്ള ഒരു പ്രധാന കാര്യം. കാരണം നിലനിൽപ്പില്ലാണ്ട് നമ്മൾ കച്ചവടം പിടിച്ചെടുക്കാനായിട്ട് വില കുറച്ച് കൊടുക്കുക, ഓഫർ ഇട്ട് കൊടുക്കുക, 1 buy 1 get 1 free കൊടുക്കുക, ഇതൊക്കെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു കേരള റെസ്റ്റോറൻറ്റ് സംബന്ധിച്ചിടത്തോളം അത് അത്ര സേഫ് ആയിരിക്കും തോന്നിയില്ല. പക്ഷേ പിസകളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നിയില്ല അതൊരു നല്ലൊരു മാർക്കറ്റിംഗ് ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ആ റെസ്റ്റോറൻറ്റിൻ്റെ പതനമാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരിക്കലും നമ്മളങ്ങനെ ഇതിന് ചിലവുണ്ടല്ലോ, എന്താണെങ്കിലും ചിലവില്ലാണ്ട് നമ്മൾ ഇതിനെ കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇതിനൊരു ഓഫർ ഇട്ട് കൊടുക്കുന്നത് അതൊരു വളർച്ചയല്ല, അത് താഴ്ചയാണ്ടാണ് എനിക്ക് റെസ്റ്റോറൻറ്റ് മേഖലയിൽ എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് യു കെയിൽ, കുടിവെച്ച് വാഴുന്ന നല്ല എക്സ്പീരിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആളുകളുണ്ട്. എനിക്കറിയില്ല, എൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു ചിന്താഗതിയാണ് അങ്ങനെ. അതുകൂടാണ്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്. നാട്ടിൽ നമുക്ക് ഈ ഫുഡിൻ്റെ കോസ്റ്റിൽ എപ്പോഴും നമുക്ക് ടെൻഷൻ അടിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ചിക്കൻ്റെ റേറ്റ് നമ്മൾ 80 പൗണ്ടായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു കാറ്ററിംഗ് ഓർഡർ എടുക്കുമ്പോൾ. കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ ഒരു 2 ആഴ്ച ശേഷമോ അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷമോ നമ്മളൊരു ഗ്രൂപ്പ് ഓർഡർ എടുക്കുന്നുണ്ടാവും, ഒരു ഇവൻ്റ് എന്തെങ്കിലും ഓർഡർ എടുക്കുന്നുണ്ടാവും. അന്നത്തെ ഒരു ഫുഡ് കോസ്റ്റ് പ്ലാൻ ചെയ്ത് നമ്മളൊരു 80 രൂപയുടെ ചിക്കന് ഇത്ര രൂപ എന്ന് വെച്ച് പ്ലാൻ ചെയ്ത് നമ്മളെടുത്ത ഓർഡർ ആ ഡേറ്റ് ആകുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് അന്നത്തെ കോഴിയുടെ വില 180ഉം 200ൻ്റെ അടുത്ത് എത്തും. നമ്മൾ എടുത്തിരിക്കുന്ന കോസ്റ്റ് 80ൻ്റെയാണ്. പക്ഷെ നാട്ടിലെ ഉറപ്പായിട്ട് നമുക്ക് ഉറപ്പാണ് ആ പരിപാടി നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് പോകും, അവിടെ അവസാനിച്ചു. പക്ഷേ യു കെയിൽ നമുക്ക് മിനിമം ഒരു ഗ്യാരണ്ടി ഉണ്ട്. ഒരു കാരണവശാലും അത്ര വലിയൊരു ഡിഫറൻറ്റ് വരില്ല. വല്ല പെൻസിൻ്റെ എങ്കിലും ഡിഫറൻറ്റ് വരുന്നല്ലാണ്ട് ഒരു വലിയൊരു എമൗണ്ടിൻ്റെ കോസ്റ്റ് ഡിഫറൻറ്റ് നമുക്ക് വരാൻ ഒരു സാധ്യതയില്ല. അങ്ങനെ ഒരു സേഫ് നമുക്ക് യു കെയിലുണ്ട്. അത്ര വലിയൊരു ഫുഡ് കോസ്റ്റ് ഡിഫറൻറ്റ് വരില്ല. ആനുവലി നോക്കുമ്പോൾ ചില വ്യത്യാസങ്ങളുണ്ടാവും, പക്ഷേ പെട്ടെന്നുള്ള അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് നടക്കാനുള്ള ചെറിയൊരു സമയം കൊണ്ട് ഒരിക്കലും ഒരു ഫുഡ് കോസ്റ്റ് ഡിഫറൻറ്റ്
വരാൻ സാധ്യതയില്ല. അത് ശരിക്കും പറഞ്ഞാൽ അത് ഇവിടെ UK ഫുഡ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അനുഗ്രഹമാണ്, ഒരു ധൈര്യമാണ്. ധൈര്യമായിട്ട് ഓർഡർ എടുക്കാൻ പറ്റും, ഒരു മെനു പ്രിപ്പയർ ചെയ്യാനും പറ്റും ഫുഡ് കോസ്റ്റ് എടുത്തിട്ട്. അത് വലിയൊരു ചാലഞ്ചാണല്ലേ. ഞാനിപ്പോൾ കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചത്, കാരണം നാട്ടിൽ ഒരു മാസം 2 മാസം മുമ്പേ നമ്മൾ ഓർഡർ ഒരു പ്ലേറ്റിന് 150 രൂപ അല്ലെങ്കിൽ 180 രൂപ നമ്മൾ എഗ്രി ചെയ്തതിന് ശേഷം ആഫ്റ്റർ എ മന്ത് പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തുമാത്രം നഷ്ടങ്ങൾ അവിടെ സംഭവിക്കുന്നത് അല്ലേ. കയ്യിൽ നിന്ന് പൈസ പോയി, അത്രേ ഉള്ളൂ. അത് പാർട്ടിയോട് പറഞ്ഞാൽ ഒരു പക്ഷേ നല്ല പാർട്ടിക്കാരാണെങ്കിൽ ചിലപ്പോൾ സംബന്ധിച്ചൊന്ന് വരാം, കോസ്റ്റ് ഡിഫറൻറ്റ് വന്നു എന്നൊക്കെ പറയാം. പക്ഷേ പാർട്ടിക്കാരും അവരുടെ പ്ലാൻ ചെയ്ത് അവരുടെ ഇവൻറ്റിന് ഒരു ടാർജറ്റും ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത് ചെയ്യുന്ന ചില ആളുകളുണ്ടാവും. അവരുടെ അടുത്ത് പോയി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർ പറയാം നിങ്ങൾ എടുത്ത റേറ്റ് ഇതല്ലേ, നമ്മൾ തമ്മിലുള്ള കോൺട്രാക്റ്റ് ഈ എമൗണ്ടിനല്ലേ, അവിടെ അവസാനിച്ചു. നല്ല കസ്റ്റമേഴ്സ് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുകയായിരിക്കും, റേറ്റ് ചേഞ്ചായി, ഞങ്ങൾക്ക് റേറ്റ് ചേഞ്ച് ചെയ്യണം. പക്ഷേ വലിയ രീതിയിലുള്ള കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന നാടാണ് നമ്മുടെ, അല്ലേ. കാറ്ററിംഗ് എടുക്കാനായിട്ട് നിരവധി കമ്പനികൾ, ഇവൻറ്റ് കമ്പനികളും കാറ്ററിംഗ് കമ്പനികളും ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഈ വാക്കുകൾക്കൊന്നും പ്രസക്തി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയില്ല. ആ പൈസ ആ കാറ്ററിംഗ്കാരൻ്റെ പോയി, അത്രേ ഉള്ളൂ. ആസ് എ ലേമാൻ ഞാൻ ഇവിടെ നിന്ന് കേൾക്കുമ്പോൾ എനിക്കിപ്പോഴാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ആഘാതം എൻ്റെ എത്രത്തോളം ഉണ്ടെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പം എൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഞാനൊരു ഫംഗ്ഷന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഇത് തന്നെ പറഞ്ഞേനെയും, അതായത് നിങ്ങൾ 150 എഗ്രി ചെയ്തു, അതിൽ അപ്പുറത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അങ്ങനെയാണ് പലരും വീണു പോകുന്നത്. അവർ എന്ത് ചെയ്യും, നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പലരും അങ്ങനെ നാട്ടിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട്. ഹോട്ടൽ ഇൻഡസ്ട്രിയുടെ ചാലഞ്ചസ് ഇവിടെയൊക്കെയാണ് അല്ലേ. ഇതൊക്കെ എൻ്റെ ചെറിയ മൈൻഡിൽ വന്ന കാര്യങ്ങളാട്ടോ. ചിലപ്പോൾ ഇതൊന്നും അല്ലായിരിക്കും, വലിയ വലിയ പ്ലാനുകളും ഐഡിയകളുള്ള, അല്ലെങ്കിൽ അതിനെങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് ചിന്തയൊക്കെയുള്ള വലിയ ഇൻഡസ്ട്രിയിലുള്ള ആളുകളുണ്ടായിരിക്കും. ഇന്നത്തെ ഇന്റർവ്യൂ ഞങ്ങൾ അനുജിന്റെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അനുജ് പറയുന്നത് അല്ല, എന്താ അറിയോ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് പറയും അങ്ങനെയൊന്നും അല്ലടാ ഇങ്ങനെയാ എന്ന് പറയും. 100%. കാരണം നമ്മൾ ഒരിക്കലും പൂർണ്ണരല്ല, ആരും പൂർണ്ണരല്ല. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഇൻഡസ്ട്രിയിൽ അത്ര ഗംഭീര പൂർണ്ണനല്ല. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചു പറയണല്ലോ. എല്ലാവരുടെ ഒപ്പീനിയൻസും എല്ലാവരുടെ എക്സ്പീരിയൻസും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് കേൾക്കുന്നത് അനുജിന്റെ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ആണ്. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ നല്ല സ്റ്റാഫുകളെ കിട്ടാന്ന് വെച്ചാൽ ഇറ്റ്സ് ബിഗ് ചാലഞ്ച്. കാരണം ചിലവർ എത്ര നാളും നിൽക്കും നമുക്ക് ഉറപ്പ് പറയാത്തൊരു ഇൻഡസ്ട്രിയാണ് ഹോട്ടൽ ഇൻഡസ്ട്രി. ആ സ്ഥാനത്ത് നമുക്കുള്ള സ്റ്റാഫുകളെ ഏറ്റവും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ, അവർക്ക് വേണ്ട ഒരു റെസ്പെക്റ്റ്, അവരുടെ കൺസിഡറേഷനൊക്കെ കൊടുത്ത് മന്നയ്ക്ക് എങ്ങനെ അത് സാധിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചാൽ എന്ത് പറയും? തീർച്ചയായും ഇതൊരു കുടുംബമാണ്. അതായത് ശരിക്കും അതിനൊരു കുടുംബം പോലെ തന്നെയാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേരടക്കം മന്ന കുടുംബം എന്നുള്ളൊരു പേരിലാണ് ഞാൻ അവരെ ഈ ഗ്രൂപ്പിൻ്റെ അകത്തേക്ക് എടുത്തിരിക്കുന്നത്. കാരണം ഇത് അങ്ങനെ നിന്നാലേ പ്രത്യേകിച്ച് യു കെയിൽ നിലനിന്ന് പോകുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ചിട്ട് നടത്തുന്ന ഒരു മേഖലയാണ് റെസ്റ്റോറൻറ്റ്. പല പല ഡിപ്പാർട്ട്മെൻറ്റുകൾ വേണം, പല രീതിയിലുള്ള സെറ്റപ്പുകൾ വേണം. പക്ഷേ ഇവിടെ അതങ്ങനെ പ്രാക്ടിക്കലല്ല. കാരണം ചിലപ്പോൾ ഷെഫ് കയറി വാഷിങ്ങിന് നിൽക്കുന്ന ആൾ ഷെഫിനെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കും. ചിലപ്പോൾ സെർവിങ്സിന് വേണ്ടി പുറത്തേക്ക് കൊണ്ടുവരും. സെർവ് ചെയ്യുന്ന മാനേജർ ചിലപ്പോൾ അകത്തേക്ക് കയറി വന്ന് വാഷിങ്ങിന് നിൽക്കും. അങ്ങനെ ഇത് ഒരു പരസ്പരം സ്നേഹത്തോടെയും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവിടുത്തെ പ്രശ്നം ഇതാണ്, അത് സോർട്ട് ചെയ്യാനായിട്ട് ഞാൻ അവിടെ കയറി നിൽക്കണം എന്ന് മനസ്സിലാക്കി നിൽക്കുന്ന ഒരു കൂട്ടം അല്ല നമ്മുടെ കൂടെ എങ്കിൽ ഇത് ഭംഗിയായിട്ട് മുന്നോട്ട് പോവില്ല. 100% ഇതൊരു കുടുംബമാണ്. ചിലപ്പോൾ അവരുടെ കുട്ടികൾക്ക് വയ്യാണ്ടാവുമ്പോൾ അവർക്ക് ലീവ് എടുക്കേണ്ടി വരും. ഇവിടെ നാട്ടിലെ പോലെ അപ്പാപ്പനും അമ്മാമ്മയും ഒന്നുമില്ല കുട്ടികളെ നോക്കാൻ, അവർ തന്നെ പോകേണ്ടി വരും. അപ്പോൾ വൈഫിന് ഷിഫ്റ്റ് ഉണ്ടാവും, അപ്പോൾ അവൻ ലീവ് എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, കൂടെ നിൽക്കുന്ന ജോലിക്കാരൻ നോ വറീസ് ഞാൻ ഹാൻഡിൽ ചെയ്യാം എന്ന് പറഞ്ഞ് കയറി നിൽക്കണം. അപ്പോൾ അവിടെ ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം അതിൻ്റെ അകത്ത് ഉണ്ടായാൽ മാത്രമാണ് ഇതൊരു ഭംഗിയായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മന്ന കുടുംബം എന്നാണ് ഞാൻ അവരെ കൂട്ടത്തിനെ വിളിക്കണേ. കാരണം അവരില്ലെങ്കിൽ നമ്മളില്ല. അതുകൊണ്ട് അവരിൽ ഒരാളായിട്ട് നമ്മളും ഉണ്ടാവണം. അല്ലാണ്ട് നമ്മളെ പുറത്തിരുന്ന് എല്ലാം ആജ്ഞാപിക്കുകയും പറയുകയും ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അതൊരു കുടുംബം ആവില്ലല്ലോ. അപ്പോൾ അതിനകത്ത് 100% അതൊരു കുടുംബം പോലെ കൊണ്ടുനടക്കുന്നത് കൊണ്ടാണ് അതങ്ങനെ നിലനിൽക്കുന്നത്. സ്റ്റാഫുകൾ അങ്ങനെ തന്നെയാണ് നമ്മളോടും പെരുമാറുന്നത്. അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ പോലും നമ്മൾ എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. അവരും അങ്ങനെ തന്നെയാണ്. നമ്മുടെ എന്ത് കാര്യത്തിനും ഏത് നേരത്തും എനി ടൈം അവൈലബിൾ ആണ്. ബ്യൂട്ടിഫുള്ളി സെഡ്. അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ മുന്നോട്ടും. അവിടെ ഇനിയും ഒരുപാട് പേർക്ക് അവിടെ വന്ന് ജോലി ചോദിക്കാനുള്ള ഒരു എന്താ പറയുക ഇൻസ്പിറേഷൻ ആവട്ടെ ഈ വാക്കുകൾ. സത്യം പറഞ്ഞാൽ ഇവിടെ UK ഹൈറാർക്കി എന്ന് പറഞ്ഞൊരു സംഭവം അങ്ങനെ നിലനിന്ന് പോകാൻ ഇച്ചിരി പാടാണ്. അപ്പം അങ്ങനെ ഒരു മുതലാളി അല്ലെ ആസ് എൻ ഓണർ അങ്ങനെ ചിന്തിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ബിക്കോസ് ഹൈറാർക്കി ഡസൻ വിൻ, ഓഫ് കോഴ്സ് യൂണിറ്റി. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് മെസ്സേജ് ഫോർ ഓൾ ആർ വ്യൂവേഴ്സ്. സോ അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഈ ബിസിനസ് യാത്രയിൽ മുന്നോട്ട് എനിക്ക് പോകാൻ സാധിക്കില്ല എന്ന് തോന്നിയൊരു ഘട്ടമുണ്ടാവും.
ഉണ്ടെങ്കിൽ അതെങ്ങനെ നിങ്ങൾ തരണം ചെയ്യും? പല സമയങ്ങളിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എൻ്റെ കുടുംബം എന്നോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഫുഡ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചത്. പക്ഷേ അവരുടെ ഹാർഡായിട്ടുള്ള അവസ്ഥകൾ കണ്ടിട്ട് എനിക്കിത് മുന്നോട്ട് ഇനി എങ്ങനെ ഞാൻ കൊണ്ടുപോകും, കാരണം അവരെ അത്രമാത്രം ഞാൻ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവിടുന്ന് എനിക്ക് ഒരു നെഗറ്റീവ് റിപ്ലൈയും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ അടുത്ത് പറ്റില്ലെന്നോ അങ്ങനെ ഒരു വാക്ക് പറയണില്ല. എങ്കിലും ആസ് എ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ എനിക്ക് ചിന്തിച്ചു തുടങ്ങി, അവരെ ഈ കഷ്ടപ്പാട് എന്ന് ഞാൻ ഇവരെ ഫ്രീ ആക്കാൻ പറ്റും, എനിക്ക് മുന്നോട്ട് ഇനി ഇവരെ ഇനിയും ബുദ്ധിമുട്ടിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ചിന്തിച്ച ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അവൾ എനിക്ക് ശക്തി തന്ന്, അതിനെന്താ പ്രശ്നം, ഒരു പ്രശ്നമില്ലല്ലോ, ഞാൻ വളരെ സിമ്പിളായിട്ടല്ലേ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് പറയും ഒരു കുഴപ്പമില്ലെന്ന് പറയും. അവരത് സഹിച്ച് നമ്മോട് കൂടെ നിന്നതുകൊണ്ടാണ് ഇത് മുന്നോട്ട് കിടക്കാൻ പറ്റിയത്. പിന്നീട് നമുക്ക് സ്പോൺഷിപ്പ് ലൈസൻസ് കിട്ടി നമുക്ക് സ്റ്റാഫുകളെ തന്നെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ പറ്റി എന്നതുകൊണ്ട് മാത്രമാണ് അത് തരണം ചെയ്യാൻ പറ്റിയത്. അല്ല, ഇത്രയും കാലം ഞാൻ അവരെ വെച്ച് തന്നെ ഇത് മുന്നോട്ട് തള്ളി കൊണ്ടുപോകുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് നടക്കില്ല. എനിക്കത് അങ്ങനെ പീഡിപ്പിക്കാൻ തന്നെ പറയേണ്ടി വരും. കാരണം ഒരു മനുഷ്യൻ എത്രത്തോളം ജോലി ചെയ്യും, എന്തൊക്കെ മേഖലയിൽ ഇടപെടും, അത് പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടെയും കടന്നു പോയപ്പോൾ മുന്നോട്ട് ആലോചിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന് കറക്റ്റ് ടൈം, നമ്മൾ പറഞ്ഞ പോലെ ടൈം ആയപ്പോൾ അടുത്ത വാതിൽ തുറന്നു. സ്പോൺഷിപ്പ് ലൈസൻസ് കിട്ടി. നമുക്ക് പുറമെ നിന്ന് ഇന്ത്യയിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ആളെ കൊണ്ടുവരാം. അങ്ങനെ ഒരു അവസരം കിട്ടി. അതിന് കൂടാതെ നമുക്ക് കൂടെ ജോലി ചെയ്യാൻ നല്ലൊരാളെ കിട്ടി. ഇവിടെ തന്നെ സ്റ്റുഡൻ്റായി വന്ന ഒരു പെൺകുച്ച്, ആ കുട്ടി നമ്മുടെ കൂടെ ഹെൽപ്പറായിട്ട് കയറുന്നു. ആ കൊച്ച് നമ്മുടെ ഒരു വലങ്കയായി മാറുന്നു. വൈഫിൻ്റെ നിന്ന് പഠിച്ചെടുത്തു. അങ്ങനെ അവൾ നമ്മുടെ കൂടെ നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ ടീം സ്ട്രോങ് ആയി. നാട്ടിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന, എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന വേറൊരു പയ്യൻ ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നു. അവനും കൂടി വന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടി ബലമായി. എൻ്റെ ഒരു കസിൻ ബ്രദർ വരുന്നു. അങ്ങനെ എൻ്റെ ഫാമിലി, എൻ്റെ പെങ്ങൾ വരുന്നു, അവരുടെ ഹസ്ബൻഡ് വരുന്നു, അങ്ങനെ എൻ്റെ കസിൻസ് വരുന്നു. അങ്ങനെ എൻ്റെ കുന്നംകുളം എൻ്റെ ഫ്രണ്ട് സർക്കിളുമായിട്ടുള്ള ആളുകളും ഒക്കെ ഇവിടെ വന്ന് ചേരുന്നു. അവരുടെയൊക്കെ വലിയൊരു സപ്പോർട്ട്, അങ്ങനെ പേരെടുത്ത് പറഞ്ഞ് തീരില്ല. അവരുടെയൊക്കെ ഉള്ള ഒരു കൂട്ടമായിട്ടുള്ള എൻ്റെ കൂടെയുള്ള സപ്പോർട്ടോട് കൂടിയിട്ട് ഇതങ്ങ് റിക്കവർ ചെയ്ത് വന്നു തുടങ്ങി. ഭംഗിയായി തീർന്നു. ഏറ്റവും നല്ല രീതിയിലുള്ള ഇന്ന് കാണുന്ന ഇത്രത്തോളം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള മനോഹരമായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റായിട്ട് മന്ന ഫുഡ് കോർണർ മാറി. ആ ഒരു വിജയത്തിൻ്റെ പിന്നിൽ അപ്പം കുടുംബം, സ്റ്റാഫ്, ഒപ്പം ഈ പറഞ്ഞ ഓരോ വ്യക്തികളും ഒരു സ്ട്രോങ് പില്ലേഴ്സ് ആയിട്ട് കൂടെ ഉണ്ടായിരുന്നു. തീർച്ചയായും ഇപ്പോഴും ഉണ്ട്. അതിന് ആരും പോയിട്ടില്ല, എല്ലാവരും കൂടെയുണ്ട്. സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന ആൾക്കാർക്കൊക്കെ പല വിസ കൊടുത്തു. കാരണം അവരെല്ലാം നമ്മൾ കൂടെ നിർത്തണ്ടേ, കാരണം അവർ സ്റ്റുഡൻ്റായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ അത്രത്തോളം എഫേർട്ട് ഇട്ടിരുന്നു. അപ്പോൾ അവരുടെ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ് കഴിഞ്ഞു തുടങ്ങി, PSW കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ അവർക്ക് വിസ കൊടുത്തു, അവരെ കൂടെ ചേർത്ത് നിർത്തി. അവരുടെ കുടുംബമായി, അവരുടെ വൈഫുമാർ വന്നു, അവരെ നാട്ടിൽ പോയി കല്യാണം കഴിച്ചു കൊടുന്നു. അങ്ങനെ അവരുടെ കുടുംബം, മക്കളൊക്കെ ആയി. അങ്ങനെ ഇതങ്ങ് വലുതായി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവിടെ ഒരാൾ വിസ എടുത്ത് നിൽക്കാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് എന്താ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പലരും ലക്ഷങ്ങൾ കൊടുത്തിട്ടും ഒക്കെ വിസ എടുത്ത് അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടും പലരും പരാജയപ്പെട്ട് പല ചതികളിലും പെട്ട് തിരിച്ചു പോണ കാലഘട്ടമാണ്. ആ കൂട്ടത്തിൽ നമ്മൾ വഴി 2, 4, 5 കുടുംബം രക്ഷപ്പെടുക, അവരുടെ ഫാമിലി ഇവിടെ സെറ്റിൽഡ് ആവുക, അവരുടെ മക്കളോട് പഠിക്കുന്നു, അവരുടെ പ്രതികൂല സാഹചര്യം മാറുന്നു, അവരും സെറ്റിൽഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരോട് ഞാൻ കാണിച്ച സ്നേഹം അതിൻ്റെ ഡബിളായിട്ട് എന്നോട് തിരിച്ചു കാണിക്കുന്നു. അത് മന്നയ്ക്കാണ് അതിൻ്റെ ഗുണം മുഴുവൻ കിട്ടുന്നത്. മന്ന എന്ന സ്ഥാപനം അത് എത്രത്തോളം ആയി ഇന്നും അതാ ഞാൻ നേരത്തെ പറഞ്ഞ മന്ന കുടുംബം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. അത് ഏറ്റവും മനോഹരമായിട്ട് അത് മാറി. ബ്യൂട്ടിഫുൾ. ഈ ഒരു സാഹചര്യത്തിൽ ഞാനത് പറഞ്ഞോട്ടെ, നിങ്ങളൊരു ബിസിനസ്മാൻ എന്ന് പറയുന്നതിൽ കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരു ഹൃദയമുള്ളൊരു ബിസിനസ്മാനാണ് സത്യമായിട്ടും. കാരണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ വിജയം കൂടെ വരുള്ളൂ. കാരണം പലവരും താൽക്കാലിക വിജയത്തിന് വേണ്ടിയിട്ട് അവരവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി എല്ലാവരെയും കൂടെ നിർത്തും.
പക്ഷേ പല സ്റ്റാഫുകളും ഇങ്ങനെ വിസ ഇല്ലാതെയും ബുദ്ധിമുട്ടി ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ സഹായിച്ചവരെ പിന്നീട് അവർക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അവരെ അടുത്ത ആളെ എടുക്കാമെന്ന ചിന്തയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അവരെ കൂടെ നിർത്തി വിസയും കൊടുത്ത് ഒരു കുടുംബം പോലെ കൂടെ നിർത്തി എന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു വലിയൊരു ഇൻസ്പിറേഷനാണ്. അതാണ് ഹൃദയമുള്ള ബിസിനസ് മാൻ എന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. വെച്ചടി കയറ്റം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരുന്നുള്ള കാര്യത്തിൽ അത് സംശയമില്ല. അത് എന്താ അതിൻ്റെ പിന്നിലൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹൃദയം എന്നുള്ളതിനേക്കാൾ പുറമെ നമുക്ക് ഹൃദയം തന്ന ഒരാളുണ്ടായിരുന്നു എനിക്ക്. അതായത് ഞാൻ പറഞ്ഞു, ബാധ്യതകളുടെ നടുവിൽ നിൽക്കുമ്പോൾ മുന്നോട്ട് നടക്കാൻ ശക്തിയില്ലാണ്ട് ഇനി എന്ത് ചെയ്യണം എന്ന് പറ്റില്ല എന്നുള്ള കണ്ടീഷൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് സ്വർഗത്തിന് ഒരു കൈ തന്ന ഒരു അപ്പനുണ്ടല്ലോ, ദൈവം. ആ ദൈവത്തോട് നമ്മൾ ചേരുമ്പോൾ ആ ഹൃദയം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും. കാരണം ആ ഒരു കൈ എന്നെ താങ്ങിയില്ലായിരുന്നെങ്കിൽ ഇന്ന് പക്ഷേ ഈ ഭൂലോകത്ത് ഞാൻ ഉണ്ടാവില്ലായിരുന്നു. കാരണം എന്നെ കൊണ്ട് കൂടില്ല, അത്രയും വലിയ ഒരു പ്രതികൂലമായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. അത് എങ്ങനെ ഞാൻ സർവൈവ് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എന്നെ പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. എനിക്ക് അവരോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ വിശ്വസിക്കുക. നമ്മുടെ ഇതിനൊക്കെ പുറമെ ഒരു കരമുണ്ട്, ഒരു ദൈവക്കരമുണ്ട്. റൈറ്റ് ടൈം ആ കരം പ്രവർത്തിക്കും. നമ്മൾ വിചാരിക്കും എല്ലാം അവസാനിച്ചു, എല്ലാം ഇനി മുന്നോട്ടൊരു സ്റ്റെപ്പില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും മുന്നോട്ട് നടക്കാൻ സ്റ്റെപ്പില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഉള്ളിൽ കിടന്നിരുന്ന നമ്മുടെ മാതാപിതാക്കൾ തന്നിട്ടുള്ള വിശ്വാസം, ഫെയ്ത്ത്, ആ ഒരു വിത്ത് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട്, ദൈവം നമ്മളെക്കുറിച്ച് പദ്ധതി ഉള്ളതുകൊണ്ട് ദൈവം നമ്മളെ തക്ക സമയത്ത് പൊന്തിച്ചു. അത് നടത്തേണ്ട വഴി കറക്റ്റ് ടൈം, റൈറ്റ് ടൈമിൽ ദൈവം നമ്മളെ കൈപ്പിടിച്ചു. അതുകൊണ്ട് ആ ഹൃദയ നമ്മുടെ ഉള്ളിലിരിക്കണേ. മനുഷ്യനെ ദൈവത്തിൻ്റെ ഛായയിലാണ് സൃഷ്ടിച്ചിരിക്കണേ. അപ്പോൾ തീർച്ചയായും ഹൃദയവും ദൈവത്തിൻ്റെ ഹൃദയം തന്നെ വെച്ചിരിക്കണേ. നമ്മുടെ കുറേ കുന്നായ്മകളും കുശുമ്പും അസൂയൊക്കെയാണ് നമ്മൾ മാറിപ്പോവാൻ കാരണമാവുന്നത്. ആ ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ മതി. ആ ഹൃദയം ദൈവത്തിൻ്റെ ആണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിനോട് ചേർന്നാവും ഓട്ടോമാറ്റിക്കലി. ഈവൻ ഫുഡ് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ പോലും നമ്മുടെ ഉള്ളിലെ ആ ഒരു ബിസിനസ് മൈൻഡ് വിട്ട് നമുക്ക് ആ പ്രൊഡക്ഷനിൽ മാക്സിമം ആത്മാർത്ഥത ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന പല മെറ്റീരിയലുകളിലും അത് വേണ്ട, അതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് ഇത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പക്ഷേ ടേസ്റ്റൊക്കെ കുറയാം, ചില സാധനങ്ങൾ ചേർക്കാണ്ടിരുന്ന ടേസ്റ്റൊക്കെ കുറയാം. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മുടെ ഉള്ളിൽ ഒരു ഹൃദയമുണ്ട് അതിനകത്ത്. അത് ആളുകളെങ്ങനെ തിരിച്ചറിയണമെന്നില്ലേ നമുക്കറിയില്ല. പക്ഷേ എൻ്റെ കൂടെയുള്ള ആളുകൾ അത് തിരിച്ചറിയുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അതിന് എൻ്റെ ഹൃദയമായിട്ട് യാതൊരു ബന്ധവുമില്ല. മുകളിലെ ദൈവത്തിൻ്റെ ഹൃദയമാണ് അതിൻ്റെ അകത്തുള്ളത്. അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ദൈവത്തിന് മാത്രമുള്ളതാണ്. ആ ദൈവം കൈപ്പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇല്ലായിരുന്നു. അത് എൻ്റെ കാര്യം മാത്രമല്ല, എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ചിലർക്ക് അസുഖമായിരിക്കാം, ചിലർക്ക് സാമ്പത്തികമാവാം, ചിലർക്ക് കുടുംബ സമാധാനമായിരിക്കാം. പലർക്കും പല രീതിയിലാണ് പലരും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. പക്ഷേ എല്ലാവരും ആ വിശ്വാസം ദൈവം കൈവിടില്ല. അത് കൈവിടില്ല എന്ന് പറഞ്ഞാൽ കൈവിടില്ല. അതിൻ്റെ ഏക സാക്ഷിയാണ് ഞാൻ. ആ വിശ്വാസമാണ് എല്ലാം എന്ന് പറയുന്ന ഒരു എത്ര വാല്യുബിൾ ആയിട്ടുള്ളൊരു ആൻസറാണ് പറഞ്ഞത്. ആൻഡ് ഭയങ്കര ഒരു സ്ട്രോങ് മെസ്സേജ് ആണ് കേട്ടോ. ഇറ്റ്സ് എ വെരി സ്ട്രോങ് മെസ്സേജ് ടു അവർ വ്യൂവേഴ്സ്. എനിക്കും ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് മെസ്സേജാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എനിക്ക് ഇത് ചോദിക്കുന്ന കൂട്ടത്തിൽ എനിക്കൊരു ഭയങ്കര എക്സൈറ്റിംഗ് ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ, എനിക്ക് എപ്പോഴും എല്ലാ ഷെഫ്സിനോട് ചോദിക്കാൻ തോന്നുന്ന ഒരു ചോദ്യമാണ്. അതായത് 10 പേർക്ക് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതും 1000 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതും 2 വലിയ ചാലഞ്ചാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഒരേ രുചിയോടെ എല്ലാ ദിവസവും, അപ്പോൾ നമ്മൾ ഓരോ റെസ്റ്റോറൻറ്റ്സിനും ഓരോ രുചിയാണ് അല്ലേ, ആ രുചി മുടങ്ങാതെ എല്ലാ ദിവസവും ഇത്രയും പേർക്ക് ഒരേ രീതിയിൽ കൊണ്ടാക്കി കൊടുക്കുന്നത് എങ്ങനെ സാധിക്കുന്നു ഒരു ഷെഫിനെ സംബന്ധിച്ചിടത്തോളം? കാരണം ടേസ്റ്റ് ഇന്നത്തെ ടേസ്റ്റ് ആവില്ല, നാളത്തെ ടേസ്റ്റ്, ആ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. സോ 10 പേർക്കും 1000 പേർക്കും ഉണ്ടാക്കുമ്പോൾ ആ രുചി മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെ പറ്റുന്നു എന്നുള്ളൊരു ചോദ്യം എനിക്ക് എപ്പോഴും ചോദിക്കണമെന്നുണ്ട്. കാരണം ഏത് ദിവസം വന്നാലും എനിക്ക് ഒരേ ടേസ്റ്റിൽ ആ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സർപ്രൈസ് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇന്നലെ കഴിച്ച പോലെ ആണല്ലോ ഇന്നും, അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ഒരു ഒന്നൊന്നര ചോദ്യമായി പോയി. അത് മാത്രമല്ല, ഞാനൊരു ഷെഫല്ല. അത് അതിനകത്ത് അതിൻ്റെ പൂർണ്ണമായിട്ട് പറയാൻ ഞാനൊരു ഷെഫ് അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഷെഫ് അല്ലെങ്കിലും അതിൻ്റെ എല്ലാം ആയതുകൊണ്ട് ഒരു ഷെഫിന് പോലും ചിലപ്പോൾ ആ ഉത്തരം പറയാൻ പറ്റിയെന്ന് വരില്ല. ഓരോരുത്തർക്കും ഒരു കൈപ്പുണ്യം അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 100% ഉണ്ട്. ഞാനത് എൻ്റെ കീഴിൽ ഒരുപാട് സ്റ്റാഫുകൾ നിന്ന് പോയിട്ടുള്ള, നാട്ടിലുള്ള റെസ്റ്റോറൻറ്റുള്ളപ്പോൾ കാറ്ററിംഗ് നടത്തുന്ന സമയത്തൊക്കെ ഒരുപാട് സ്റ്റാഫുകൾ നമുക്ക് നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ ഓരോ സ്റ്റാഫിനും അല്ലെങ്കിൽ ഒരു ഷെഫിനും അവൻ്റെ കയ്യിലൊരു ദൈവം ഒരു കൈപ്പുണ്യം കൊടുത്തിട്ടുണ്ട്. അതവൻ 10 ആൾക്കല്ല, അവൻ 1000 ആൾക്കല്ല, അവൻ അതിൻ്റെ മുകളിൽ കൈവച്ചിട്ടുണ്ടെങ്കിൽ അത് അതേ രീതിയിൽ, അതേ ക്വാളിറ്റിയിൽ, അതേ ടേസ്റ്റിന് അവന് കൊടുക്കാൻ പറ്റും.
100% പറ്റും. അതിന് ചിലപ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്ന മസാലകളായിരിക്കില്ല, സ്ഥിരം ഉപയോഗിക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും ആയിരിക്കില്ല. പക്ഷേ ആ ഫൈനൽ റിസൾട്ടിൽ അവൻ്റെ സാധനം കറക്റ്റായിട്ട് അവനത് പ്ലേസ് ചെയ്തിരിക്കും. ഒരു സംശയവും വിചാരിക്കാനില്ല അതിനകത്ത്. പക്ഷേ ഷെഫ് അല്ലാത്തതുകൊണ്ട് എൻ്റെ ടെക്നിക്കൽ ഭാഗം എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ചിലപ്പോഴും അവൻ പറയുന്ന സാധനം തന്നെ ആയിരിക്കില്ല മേടിച്ചു കൊടുത്തിട്ടുണ്ടാവുക പ്രൊഡക്ഷൻ ചെയ്യാൻ നേരത്ത്. പക്ഷേ അവൻ്റെ സാധനം അതായിരിക്കും വന്നിറങ്ങുന്നത്. പിന്നെ റെസ്റ്റോറൻറ്റുകളിൽ നമുക്കറിയാലോ, നമുക്ക് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ ഒരു KOT വന്ന് അതിൻ്റെ അകത്ത് 10-12 ഐറ്റംസ് ഉണ്ടാവും. അത് അവൻ തന്നെയായിരിക്കും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവൻ അതിൻ്റെ അതേ രീതിയിലുള്ള ക്വാളിറ്റികൾ അവൻ കീപ്പ് ചെയ്ത് കൊണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഫുഡ് അതേ ടേസ്റ്റിൽ ഇറങ്ങിപ്പോണത്, ഇന്നും നാളെയും എല്ലാവരും പോലെ വരുന്നത്. അങ്ങനെ ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ടോ? അതായത് ഞാൻ എപ്പോൾ ഇവിടെ വന്ന് കഴിച്ചാലും അതേ രുചിയോടെ എനിക്ക് സെർവ് ചെയ്ത് കിട്ടുന്നു എന്നുള്ളൊരു ഫീഡ്ബാക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന്? അങ്ങനെ പറയാറുണ്ട്, കസ്റ്റമേഴ്സ് അങ്ങനെ പറയാറുണ്ട്. ഒരേ ടേസ്റ്റാണ് കിട്ടാറുണ്ട് പറയാറുണ്ട്. ഫിഷ് കറി ആയാലും ഒക്കെ അങ്ങനെ പറയാറുണ്ട്. ചില ആളുകൾ തിരിച്ചും പറയാറുണ്ട് കേട്ടോ. അതായത് ചില ആളുകൾ പറയും ഇന്നത്തെ ബീഫ് അത്ര സുഖമല്ലല്ലോ, ഇന്നത്തെ ബീഫ് ശരിയല്ലോ. ഞാൻ സമ്മതിക്കാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നാട്ടിലെ പോലത്തെ ഉള്ള ബീഫുകൾ ഒരേ സമയം ഒരേപോലെ കിട്ടിക്കൊള്ളണമെന്നില്ല, ഒരേ പാറ്റേണിലുള്ള ഐറ്റം കിട്ടിക്കൊള്ളുന്നില്ല. എപ്പോഴും മീറ്റിൽ ഡിഫറെൻ്റ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വ്യത്യാസം വരുമ്പോൾ ഡിഫറെൻ്റ് വരും, സ്വാഭാവികമാണത്. അപ്പോൾ അതിന് നമുക്ക് ഒരു പരിധിവരെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ചില ഐറ്റംസുകൾ വ്യത്യാസം വരും. എനിവേ എന്നാലും അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റട്ടെ മുന്നോട്ടും. ഇവിടെ UK മലയാളി സ്റ്റുഡൻസിന് അനോജ് ബ്രോ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അഡ്വൈസ് എന്താണ്? ഇഫ് ദേ വാണ്ടഡ് ടു സ്റ്റാർട്ട് ഫുഡ് ബിസിനസ്, അതിപ്പോൾ ഒരു ട്രക്ക് ബിസിനസ് ആയിക്കോട്ടെ, ഒരു റെസ്റ്റോറൻറ്റ് ആവട്ടെ, എന്തോ ആയിക്കോട്ടെ, അപ്പോൾ അവർക്ക് കൊടുക്കാൻ ബീങ് എൻ ഓൺടർപ്രണർ, വാട്ട് ഇസ് ദി അഡ്വൈസ് യു വുഡ് ലൈക്ക് ടു ഗിവ് ദം? തീർച്ചയായും നല്ലത് തന്നെ പറയാനുള്ളൂ. കാരണം നമുക്ക് തീർച്ചയായും നമുക്ക് പണി അറിഞ്ഞിരിക്കണം എന്നുള്ളതൊരു പ്രധാന ഘടകമാണ്. അല്ലെങ്കിൽ പണി അറിയുന്ന ആൾ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ള ഘടകമാണ്. പറ്റുമെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഒഴിവാക്കി ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും മനോഹരമായിരിക്കുന്ന എൻ്റെ ഒരു തോന്നണേ. കാരണം പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യ ഭർത്താവ് ബന്ധം പോലെയാണ്. അത്രയും സ്നേഹത്തിലും അത്രയും പരസ്പരം അണ്ടർസ്റ്റാൻഡിംഗ് പറ്റിയില്ലെങ്കിൽ അതൊരു പക്ഷേ നിന്ന് അധികം കാലം പോയിക്കൊള്ളണമെന്നില്ല. എന്ന് സംഭവിച്ചിരിക്കുന്ന പല സ്ഥാപനങ്ങളിലും പിന്നിലുള്ള പ്രശ്നങ്ങൾ അതായിരുന്നു. കാരണം അവർ സക്സസ് ആയിരുന്നു, ഫുഡെല്ലാം സൂപ്പറായിരുന്നു, പക്ഷേ പാർട്ട്ണർഷിപ്പ് പ്രോബ്ലംസ് ആണ് പല ഫേമുകളും അവസാനിച്ചതിൻ്റെ പിന്നിലുള്ള കാര്യം. അപ്പോൾ ചെറിയ രീതിയിൽ തുടങ്ങിയാൽ മതി, ഒറ്റയ്ക്ക് തുടങ്ങുക, ചെറിയ രീതിയിൽ തുടങ്ങുക. അത് പറ്റുകയാണെങ്കിൽ കൂടെയുള്ള പാർട്ട്ണറെ വെച്ച് അല്ലെങ്കിൽ വൈഫിനെ വെച്ചിട്ട് ഒക്കെ നിങ്ങൾ കുക്ക് ചെയ്ത് മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അതിപ്പോൾ വാൻ വേണമെന്നൊന്നുമില്ല. ഈ കൗൺസിലുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ചെറിയ ബങ്ക് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അവിടെ നിന്നൊക്കെ നമുക്ക് തുടങ്ങാവുന്നതേ ഉള്ളൂ. ഒരിക്കലും ആദ്യമേ തന്നെ പോയിട്ട് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടെത്തി വലിയൊരു ബാധ്യത ഉണ്ടാക്കി ഒരിക്കലും ഇറങ്ങരുത്. എന്തായാലും നമുക്കൊരു ടൈം എടുക്കും, മിനിമം ഒരു ടൈം എടുക്കും നമുക്കൊന്ന് കയറി വരാനായിട്ട്. അതിപ്പോൾ മലയാളി ഫുഡായാലും ഇംഗ്ലീഷ് ഫുഡായാലും വേറെ ഏത് തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഫുഡാണെങ്കിലും ചെറിയ ടൈം നമുക്കെടുക്കും. എന്താണെങ്കിലും ഒരുപാട് സമയം എടുക്കില്ല, ഒരു കുറച്ച് മാസങ്ങൾ, ഒരു 4-5-6 മാസങ്ങൾ സർവൈവ് ചെയ്യാനുള്ള ഒരു ബാക്ക് നമുക്ക് വേണം, 100% വേണം. അത് ഒരു പക്ഷേ അവർ പാർട്ട് ടൈം വേറൊരു ജോലിക്ക് പോകണം, കാരണം അവരുടെ കാര്യങ്ങളോട് നടന്നു പോകണ്ടേ, കാരണം ഇതൊന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ചെറിയ ടൈം എടുക്കും, 100% സക്സസ് ആവും, 100%. വീട്ടിൽ വന്നാൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കാറ് സാധാരണ? കുക്കിംഗ് ഇല്ല, ആ പരിപാടി ഇല്ല. വീട്ടിൽ കുക്കിംഗ് ഇല്ല. കാരണം വീട്ടിൽ കുക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കടയിലുണ്ടാക്കുന്നത് വീട്ടിൽ ഞാനും മോളും വൈഫും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് ഞങ്ങൾ കടയിൽ നിന്ന് ഒരു ബാഗുണ്ട്, അതിൻ്റെ അകത്ത് പാത്രങ്ങളുണ്ട്, അതാക്കി ഇങ്ങോട്ട് കൊണ്ടുവരും, ഫ്രിഡ്ജ് വയ്ക്കും, ഞങ്ങൾക്ക് ആവശ്യമുള്ള കഴിക്കും. ഞാൻ കുക്ക് ചെയ്യാറില്ല, പക്ഷേ കുക്ക് ചെയ്യുന്ന പാഷനാവില്ലല്ലോ. കാരണം കുക്കിംഗ് എനിക്ക് വശമുള്ള പരിപാടിയല്ല. പക്ഷേ കുക്കിങ്ങിൻ്റെ തുമ്പ് വരെ ഞാൻ എത്തും. പക്ഷേ 100 ആൾക്ക് എത്ര അരി ഇടണം അല്ലെങ്കിൽ 100 ആൾക്ക് എത്ര മീറ്റ് വേണം എന്നുള്ളത് ഒരു പക്ഷേ ഒരു നല്ലൊരു ഷെഫിനേക്കാൾ കൂടുതൽ എനിക്കറിയാം. ഇത്ര ആൾക്ക് ഇത്ര ക്വാണ്ടിറ്റി വേണം, ഇത്ര ആൾക്ക് ഇത്ര വേണം എന്നുള്ളതിനെ പറ്റിയിട്ട് അവരേക്കാൾ കൂടുതൽ അറിവ് എനിക്കുണ്ട്. അത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. കുക്കിംഗ്. വാട്ട് ഈസ് ദാറ്റ് വൺ കേരള ഡിഷ് അത് താങ്കൾ ഒരുപാട് മിസ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഇവിടെ അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതേ അളവിലോ രുചിയിലോ കിട്ടുന്നില്ല, അങ്ങനെ ഒരു ഡിഷ് ഉണ്ടോ? ആക്ച്വലി ഫിഷ് ഐറ്റംസ് നമുക്ക് എല്ലാം നാട്ടിൽ നിന്ന് വന്നിട്ട് വേണം ഇവിടെ പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട്. എല്ലാ ഫിഷും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് കിങ് ഫിഷും ട്യൂണയും അതുപോലെ എല്ലാ ഫിഷുകളും, നാട്ടിലത്തെ എല്ലാ മീനുകളും, നമുക്ക് അയിലയായാലും എല്ലാ ഫിഷും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ എന്താണെങ്കിലും അതൊരു ട്രാവലിംഗ് ടൈം കഴിഞ്ഞിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഫ്രഷ് ഫ്രോസൺ അല്ല, ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ എന്ന് വെച്ചാലും നാട്ടിലത്തെ അതേ കറക്റ്റ് രീതിയിൽ നമുക്ക് പലപ്പോഴും നമുക്ക് ഫിഷ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് പല ഡിഷുകളും നമുക്കിവിടെ
ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഒരുപാട് ഡിഷുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നല്ല ഫിഷ് നമുക്ക് കറക്റ്റായിട്ട് ഫ്രഷായിട്ട് അവൈലബിൾ അല്ലാത്തത് കൊണ്ട്. അതല്ലാണ്ട് കിട്ടുന്ന എല്ലാ ഫിഷുകളും വെച്ച് നമ്മളിവിടെ എല്ലാ സംഭവങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ചില ഫിഷുകളും ചില ഐറ്റംസും നല്ലത് അവൈലബിൾ ആണ്, നല്ലത് കിട്ടാൻ പറ്റാത്തത് കൊണ്ട് പല ഡിഷുകളും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. മെനുവിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുക, ഇവിടെ കൊടുക്കാൻ നിവൃത്തിയില്ല. നാട്ടിലൊക്കെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് അവർ അപ്പം തന്നെ എടുക്കുന്നു, ഉണ്ടാക്കുന്നു, തരുന്നു. ആ ഒരു ഫെസിലിറ്റി അങ്ങനെ പല കാര്യങ്ങളും മിസ് ചെയ്യുന്നുണ്ട് നമുക്ക്. പിന്നെ പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ബീഫ് എപ്പോഴും പ്രോപ്പറായിട്ട് നല്ല ബീഫ് കിട്ടിക്കൊള്ളുന്നത്. നമുക്കാണെങ്കിൽ ഇച്ചിരി ഫാറ്റൊക്കെ വേണം. ഇവിടെ ചുവന്ന് തുടിച്ചിരിക്കുന്ന ബീഫൊക്കെ പലപ്പോഴും മാർക്കറ്റിൽ കിട്ടുക. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പല സാധനങ്ങളുടെയും ഷോർട്ടേജ് കാരണം പല സാധനങ്ങളും 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചില സമയങ്ങളിൽ എനിക്ക് കോൺഫിഡൻറ്റ് കുറവുണ്ടാവാറുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു, കുറേ മനോഹരമായ ഉത്തരങ്ങൾ കിട്ടി എനിക്ക്. എന്നാൽ ഇനി പോകുന്നത് ഒരു ഏകദേശം ഒരു എൻഡ് ഓഫ് ദി സെഗ്മെന്റ് ആണ്. അപ്പോൾ ഒരു റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. അതും ഒരു അൺഫിൽറ്റേർഡ് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ. അപ്പം അതിൻ്റെ അകത്ത് കള്ളം ഒന്നും ആകരുത്. 100% സത്യസന്ധതയോടെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൺ കിച്ചൺ റൂൾ യു ക്യാൻ നെവർ കോംപ്രമൈസ് ഓൺ. അതായത് കിച്ചണിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഭവമാണ് ക്ലീനിങ് വിട്ടിട്ടുള്ള ഒരു പരിപാടി നമുക്കില്ല. ഡീപ്പ് ക്ലീനിങ് എല്ലാ ദിവസവും ചെയ്യണമെന്ന് നമ്മൾ നിയമം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള റൂള്, ക്ലീനിങ്. അതിൻ്റെ അകത്ത് എല്ലാം പെട്ടു. അതിനകത്ത് വേറൊരു വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാം പെട്ടു അതിനകത്ത് എല്ലാ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. ഒരൊറ്റ റൂം നമ്മളെപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്, ക്ലീൻ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാൾ പെട്ടെന്ന് വന്ന് നമ്മുടെ കിച്ചൺ കാണണമെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ വിളിച്ച് കിച്ചൻ്റെ അകത്ത് കൊണ്ടുപോയി കയറ്റാൻ നമുക്ക് യാതൊരു കോൺഫിഡൻസും ഇല്ല. ധൈര്യമായിട്ട് വിളിച്ച് അകത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. റിസ്ക് ടേക്കർ ഓർ പെർഫെക്ഷനിസ്റ്റ്? റിസ്ക് എടുക്കാറുണ്ട്. പക്ഷേ ഇതിലാണ് കൂടുതൽ റിസ്ക് ടേക്കറാണ്. റിസ്ക് എടുക്കാനാണ്. അതെന്തോ അങ്ങനെയായി. റിസ്ക് ആയതുകൊണ്ടാവാം. യുവർ ഫേവറേറ്റ് ബ്രിട്ടീഷ് ഫുഡ്? ബ്രിട്ടീഷ് ഫുഡ് സത്യം പറഞ്ഞ് ഞാൻ അങ്ങനെ ബ്രിട്ടീഷ് ഫുഡ് അങ്ങനെ കഴിക്കാറില്ല. വല്ലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെങ്കിലാണ് ഞാൻ കഴിക്കാറ്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമാണ്, സോസേജും അങ്ങനെയൊക്കെയുള്ള. ഫേവറേറ്റ് ആയിട്ട് സംഭവം ഇല്ല. കാരണം നല്ല അടിപൊളി ഫുഡ് കിട്ടുമ്പോൾ നമ്മൾ എന്തിന് രാവിലെ ഹാസലായിട്ട് ഷെഫിനോട് പറഞ്ഞ പുട്ട് തരും, കടലക്കറി തരും. ഫെയിം ഓർ റെസ്പെക്ട്? റെസ്പെക്റ്റ് ആണ്. അപ്പോൾ ഫെയിം വേണ്ടെന്നല്ല, റെസ്പെക്റ്റ് ആണ് കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. വണ്ടർഫുൾ. One habit that changed your career? One habit that changed your career? നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ആവശ്യം വേണ്ട ഒരു കാര്യമാണ് കറക്റ്റായിട്ടുള്ള ഒരു ടൈമിംഗ് കീപ്പ് ചെയ്യുക എന്നുള്ളത്. 12 മണിക്ക് ഷോപ്പ് തുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മണിക്ക് ഷോപ്പ് തുറന്നിരിക്കണം. ആളുകൾ ആ കറക്റ്റായ നേരത്ത് വന്നിരിക്കും. ഉറപ്പായിട്ടും ഒരു ഡോറിൻ്റെ ഫ്രണ്ടിലുണ്ടാവും. അത് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് എല്ലാ കാര്യത്തിലും കറക്റ്റായിട്ട് നമ്മൾ അതേപോലെ സാധനങ്ങളും മെറ്റീരിയൽസും രാവിലെ കുക്ക് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള മീറ്റ് ആയാലും സാധനങ്ങളായാലും എല്ലാം കറക്റ്റ് നേരത്തെ എത്തിക്കണം. അത് ഞാൻ കറക്റ്റായിട്ട് ചെയ്താലേ എൻ്റെ സ്റ്റാഫുകളും അല്ലെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളും അത് കീപ്പ് ചെയ്യുള്ളൂ. ഞാനത് ചെയ്തില്ലെങ്കിൽ അവരത് ചെയ്യില്ല. അതുകൊണ്ട് പങ്ക്ച്വാലിറ്റിയിലാണ് കൂടുതൽ. അത് എത്രത്തോളം സക്സസ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ കൊണ്ട് കഴിവിൽ ഞാൻ മാക്സിമം ടൈമിംഗ് ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് പഞ്ച്വാലിറ്റി ആയിരിക്കാം പ്രധാനമായിട്ട് ചേഞ്ച് വരുത്തിയിട്ടുണ്ടാവും. Great answer. Best place to eat in the UK other than Manna? റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു യു. റെക്കമെൻഡ് ചെയ്യാൻ പറയത്തില്ല. അക്കോർഡിംഗ് ടു യു the best place to eat other than Manna? ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അതായത് നമ്മളെപ്പോഴും ഈ കിച്ചൻ്റെ അകത്തൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഈ മസാലയുടെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഈ ഫ്ലേവറുകളും ഒക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഭക്ഷണം കഴിക്കാൻ നമുക്കൊരു മട്ടിപ്പായിരിക്കും. അത് എന്നെ കേൾക്കുന്ന റെസ്റ്റോറൻറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഷെഫുമാർക്കും ഹൗസ് വൈഫിന് വരെ പറയുമല്ലോ, അവർ കുക്ക് ചെയ്ത ഭക്ഷണം അവർക്ക് കഴിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയമായതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് മെക്ഡിന്നാണ്. അതുകൊണ്ട് ഫേവറേറ്റ് പ്ലേസ് ആയിട്ടല്ല, അതേ പറ്റുന്നുള്ളൂ. ചില സമയങ്ങളിൽ നമുക്ക് രാത്രിയൊക്കെ ഭക്ഷണം കഴിക്കാൻ മട്ടിച്ചു പോകും, കാരണം ഈ സ്മെല്ലുകളൊക്കെ കയറി. അപ്പൊ നമ്മൾ മെക്ഡി പോയിട്ട് ഒരു ബർഗർ മേടിച്ച് കഴിച്ചിട്ടാണ്. ഏതായാലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കഴിച്ചതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫുഡ് ചെയിനോ എന്തെങ്കിലും ഉണ്ടോ? ഐ മീൻ മെക്ഡി യെസ്, ബട്ട് എന്നാലും ഒന്നുകൂടെ ആലോചിക്കുവാണെങ്കിൽ എനിത്തിങ് ഇൻ പെർട്ടിക്കുലർ ഇത്ര നാൾക്കിടയിൽ കഴിച്ചത് അങ്ങനെ പോയി കഴിക്കാറില്ല. മെക്ഡിയാണ്. അത് ഞാൻ മാത്രമല്ല, UK-യിൽ വരുന്നത് ബട്ട് എല്ലാവരും രാവിലെ ആയാലും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ആശ്രയിക്കുന്നത് മെക്ഡിയാണല്ലോ. One ingredient you can't live without in your kitchen?
ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ വളരെയധികം നിങ്ങളുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്താണ്? എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് അരി ഒന്നും നാട്ടിൽ നിന്ന് വന്നില്ലെങ്കിൽ ഇവിടെ പരിപാടി കഴിഞ്ഞു. പക്ഷേ ഏറ്റവും വളരെ പ്രധാനമായിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് വേപ്പിലയാണ്. കാരണം നമ്മുടെ കേരള ഫുഡിൽ വേപ്പില ഇല്ലെങ്കിൽ നമുക്ക് ഫ്ലേവർ ഇല്ല. അപ്പോൾ നിർബന്ധമായിട്ടും ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, മുൻകാലങ്ങളിൽ വേപ്പിലയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ ഫംഗസ് സംബന്ധമായ എന്തോ പ്രോബ്ലം കാരണം വേപ്പില ഇവിടെ ഇറക്കിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ വളരെ സുലഭമായിട്ട് വേപ്പില കിട്ടാനുണ്ട്. അതിനൊക്കെ പുറമെ നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അത് പ്രസന്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ബനാന ലീഫ്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ്. എന്ത് ഫിഷ് പുള്ളിക്കാണെങ്കിലും പൊതിച്ചോറാണെങ്കിലും ബനാന ലീഫ് ഇല്ലെങ്കിൽ കഴിഞ്ഞു. ബനാന ലീഫ് നമുക്ക് ഇവിടെ സുലഭമായി വീക്ക്ലി ബേസ് നമുക്ക് ഡെലിവറി കിട്ടും. അതിനൊരു ഫ്ലേവർ ഉണ്ട് അല്ലേ? അതിനൊരു ഫ്ലേവർ ഉണ്ട്, പ്രത്യേക ഫ്ലേവറാണ്. സ്വീറ്റ് ഓർ സേവറി, മധുരമാണോ അതോ പുളിയാണോ കൂടുതൽ താല്പര്യം? മധുരമാണ്. പുളി ഇഷ്ടമാണ്, പക്ഷെ മധുരമാണ് കൂടുതൽ താല്പര്യം. സക്സസ് ഫോർ യു ഇൻ വൺ വേർഡ്? ഹാർഡ് വർക്കിംഗ്. ഒറ്റ വാക്ക്, ഹാർഡ് വർക്കിംഗ്. ഹാർഡ് വർക്കിങ്ങിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വാക്കുകൂടെ എനിക്ക് പറയാം, ഉറപ്പാണ്. കാരണം ഈ കോൺവെർസേഷനിലൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് 100% ബ്ലെസ്സിങ്. ഓഫ് കോഴ്സ് ബ്ലെസ്സിങ്, ഹാർഡ് വർക്കിംഗ് ആൻഡ് ബ്ലെസ്സിങ് ആൻഡ് ഓഫ് കോഴ്സ് കൺസിസ്റ്റൻസി അല്ലേ? ഇത്രയും ഉണ്ടെങ്കിൽ 100% സക്സസ്. സോ അക്കോർഡിംഗ് ടു യു ഫസ്റ്റ് സ്റ്റെപ്പും ബ്ലെസ്സിങ് ആണോ ഹാർഡ് വർക്കിംഗ് ആണോ? നേരത്തെ പറഞ്ഞല്ലോ, ബ്ലെസ്സിങ് ഇല്ലാണ്ട്, അതിൻ്റെ അകത്ത് ഒരു അനുഗ്രഹം ഇല്ലാണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഏകദേശം ചോദ്യങ്ങളുടെ ഒരു എൻഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കോൺവെർസേഷൻ വാസ് വെരി മച്ച് ജെനുവിൻ ആൻഡ് എന്താ പറയുക, ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഇവിടെ നിന്ന് ഭയങ്കര എന്താ പറയുക, ഒരു നല്ല ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. ഐം ഷുവർ നമ്മുടെ വ്യൂവേഴ്സിനും അതേ ഒരു ഗുഡ് ഫീലിംഗ് ആയിരിക്കും. പിന്നെ റൂൾസ് മാറിയാലും കാലം മാറിയാലും നമുക്ക് അധ്വാനിക്കാൻ, കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഏത് നാട്ടിൽ പോയാലും വേരൊറപ്പിക്കാൻ സാധിക്കുമെന്ന് മന്ന തെളിയിച്ചിരിക്കുകയാണ് അല്ലേ? തീർച്ചയായും. അതെ. അപ്പോൾ എന്തായാലും ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. എന്തായാലും ഞാൻ എപ്പോഴെങ്കിലും നോർത്താംപ്ടണിൽ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ വിസിറ്റ് മന്ന. തീർച്ചയായിട്ടും അവിടെ വന്നിട്ട് നിങ്ങളുടെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. എനിത്തിങ് ടു അവർ വ്യൂവേഴ്സ്, എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? പ്രത്യേകിച്ച് ഒന്നുമില്ല. എല്ലാവരോടും പറയാനുള്ള ഒറ്റ വാക്കേ ഉള്ളൂ. കാരണം എന്നെ കാണുന്ന എൻ്റെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാവും, അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവും, എൻ്റെ ഫാമിലി ഉണ്ടാവും. എന്നെ ഒരുപാട് സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. UK വന്ന് ഇറങ്ങി അന്ന് മുതൽ വെൽ വിഷേഴ്സ്, എന്നെ ഒരു പരിചയവും ഇല്ലാണ്ട് എന്നെ സഹായിച്ച ഒത്തിരി പേരുണ്ട്. നഷ്ടപ്പെട്ടവിടുത്ത് കൈപിടിച്ച് തന്ന ആൾക്കാരുണ്ട്. ചെറുതും വലുതൊക്കെ ആയിട്ട് സാമ്പത്തികമായി സഹായിച്ച ആൾക്കാരുണ്ട്. ആരോഗ്യപരമായിട്ട് കൂടെ ഫസ്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പെയിൻ്റ് അടിക്കാൻ വന്ന ആളുകളുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു കൂട്ടം എന്നെ സ്നേഹിച്ച ആൾക്കാരുണ്ട്. അവരോടൊക്കെ ഒറ്റ വാക്കിൽ തീരില്ല അത്. എന്നാലും നന്ദി. അവരുടെ പ്രാർത്ഥനയിൽ അവരെ ഞാൻ ഇന്ന് ഓർക്കും, ഒരിക്കലും മറക്കില്ല. അതോടൊപ്പം ഇത്രയൊക്കെ വലിയ ബിസിനസ് മേഖലകളും ആളുകളും ഒക്കെയുള്ള ഈ UK നിങ്ങൾ എന്നെ ഓർത്തതിന് അല്ലെങ്കിൽ എന്നെ തിരഞ്ഞെടുത്തതിന് അതിന് ഞാൻ നിങ്ങളോട് പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം ഇത് മറ്റുള്ള ജനങ്ങൾ അറിയണം. കാരണം ഒന്നും ആരും നഷ്ടപ്പെടില്ല, ആർക്കും തിരിച്ചു വരാം, അല്ലെങ്കിൽ എല്ലാം സർവൈവ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു മെസ്സേജ്, എൻ്റെ ജീവിതം കൊണ്ടുള്ള ഒരു മെസ്സേജ് ഈ ലോകം മുഴുവൻ നിങ്ങളെത്തിക്കാൻ നിങ്ങൾ എന്നോട് കാണിച്ച അല്ലെങ്കിൽ എന്നെ തിരഞ്ഞെടുത്തതിൽ വലിയൊരു നന്ദി നിങ്ങളോടുണ്ട്, നിങ്ങളുടെ കൂട്ടത്തോടുണ്ട്. എനിക്ക് ബാക്കി ഒന്നും പറയാനില്ല. താങ്ക് യു വെരി മച്ച്. ഞങ്ങൾക്കും ഈക്വലി സന്തോഷമാണ് താങ്കളെ ഈ സ്റ്റുഡിയോയിൽ കിട്ടിയതിൽ ഒത്തിരി സന്തോഷം. വെരി ഇൻസ്പയറിംഗ്. ഞാൻ പറഞ്ഞ പോലെ വളരെ ഒരു ഇൻസ്പയറിംഗ് കോൺവെർസേഷൻ ആയിരുന്നു. അപ്പം താങ്ക് യു വെരി മച്ച് വൺസ് അഗൈൻ. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. ടേക്ക് കെയർ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അനദർ ഇൻസ്പയറിംഗ് സ്റ്റോറി ആയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. Until then, this is Bright Matthew signing off with so much of love and care. Bye for now.